വീഡിയോക്ക് നോക്കി പെട്ടെന്ന് റെഡിയായി. ചാപ്റ്റർ 9 ഹെഡിങ് പറഞ്ഞാണ് ഇന്നലെ നിന്നത് കേട്ടോ. ഹെഡിങ് എഴുതിയല്ലോ അല്ലേ എല്ലാവരും? ചാപ്റ്റർ 9 സീക്വൻസസ് ആൻഡ് സീരീസ്. സീക്വൻസസ് ആൻഡ് സീരീസ്. സീക്വൻസസ് ആൻഡ് സീരീസ്. എന്താ ഈ സീക്വൻസ് എന്ന് പറഞ്ഞ? നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള വേർഡുകളാണല്ലോ സീക്വൻസ്. സീക്വൻസ് എന്താ സീക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആര് പറയും? എന്താ മിർസ? ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതുന്ന ഇപ്പൊ എന്താണെങ്കിലും ആ ടേംസ് തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിഫറൻസ് ഉണ്ടാവും, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ആ സീക്വൻസിന് ഒരു പേര് പറയും. അർത്ഥമെറ്റിക് സീക്വൻസ്. അതൊരു സീക്വൻസ്. അങ്ങനെ പല രീതിയിൽ വേറെ വേറെ സീക്വൻസസ് ഉണ്ടാവും. അങ്ങനെ പല സീക്വൻസസ് ഉണ്ടാവും. അരിതമെറ്റിക് പറഞ്ഞോ. ഒരു ടൈപ്പ് ഓഫ് സീക്വൻസ് ഞങ്ങൾ പഠിച്ചേക്കുന്ന അർത്ഥമെറ്റിക്. വേറെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. വേറെ ഉണ്ടെന്നാണ് കേട്ടേക്കണേ. ശരി, എന്നാൽ വേറെ ഒരെണ്ണം പഠിപ്പിക്കാം കേട്ടോ. ഒരു ടൈപ്പ് സീക്വൻസ് അരിതമെറ്റിക് സീക്വൻസ്. ശരി, അരിതമെറ്റിക് സീക്വൻസ്. അരിതമെറ്റിക് സീക്വൻസിനെ പറ്റി നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ സീക്വൻസിനെ പറ്റി? എന്താ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ലുക്മാനെ? നിനക്ക് എന്താ തോന്നണേ? ഏതെങ്കിലും രീതിയില് വന്ന നമ്പറുകള്, ഏതെങ്കിലും രീതിയിൽ വരുന്ന നമ്പർ. നിശ്ചിത കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള കോമൺ മറ്റേ അരിത്തമെറ്റിക് സീക്വൻസും പിന്നെ സാധാ ഇങ്ങനെ നമ്പറുകളില്ലേ 2n എന്നൊക്കെ അതിന്റെ ഇതായിട്ട് തന്നെ 2:1 2:2 അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ ഗുഡ്. 2:n. നീ പറഞ്ഞ എക്സാമ്പിൾ തുടങ്ങാം. an എന്തൊക്കെ ജനറൽ ടൈമിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. സീക്വൻസിന്റെ ജനറൽ ടൈം an ഈക്വൽ ടു എക്സാമ്പിൾ ഇതാണ് 2:n. ജനറൽ ടൈം an ഈക്വൽ ടു 2:n. an ഈക്വൽ ടു 2:n ആണെങ്കിൽ a1 എന്തായിരിക്കും? ജനറൽ ടൈം an. n-ന് 1 2 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈംസ് കിട്ടും. a1ന്റെ വാല്യൂ എന്തോരും ഇവിടെ? a1 എന്താ റോസ്മരിയ? a1 2:1 2 അല്ല 4 2:1 ഈക്വൽ ടു 2. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. 2. ശരി. ദെൻ n-ന് 2 കൊടുത്താൽ a2 എന്ന് കിട്ടും. a2 എന്താണ്? 2 സ്ക്വയർ വരും 4. a3 n-ന് 3 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്യൂബ് ആവും. 2 ക്യൂബ് എത്രയാ റോസ്മരിയ? 8. ശരി, 2 ക്യൂബ് 8. ദെൻ 4 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2⁴ 16. ഈ നമ്പറുകൾ താഴെ ലിസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം 2 കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യും. അടുത്ത ടൈം 4 ടൈം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് ടൈം 2, സെക്കൻഡ് ടൈം 4, തേർഡ് ടൈം 8, ഫോർത്ത് ടൈം 16 എക്സെട്ര. nth ടൈം 2:n എക്സെട്ര. ആ ലാസ്റ്റ് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കും അറേഞ്ച്ഡ് ഇൻ എ സീക്വൻഷ്യൽ വേ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും, ലിസ്റ്റ് ചെയ്തിരിക്കും. കോമാസ് ഉപയോഗിച്ചാണ് എലമെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ആണ് അറേഞ്ച്ഡ് ഇൻ എ പർട്ടിക്കുലർ സീക്വൻഷ്യൽ വേയിൽ അറേഞ്ച് ചെയ്തിരിക്കും. ഇതാണ് സീക്വൻസ്. ഇനി എന്താണ് സീരീസ്? ഇത് സീക്വൻസ് ആണെങ്കിൽ നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് അതായിരുന്നു, സീക്വൻസസ് ആൻഡ് സീരീസ് എന്നാണ്. ഇങ്ങനെ എലമെന്റ്സിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സീക്വൻസസ് എന്ന് പറയുന്നത്. സീക്വൻസസ് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അരിതമെറ്റിക് സീക്വൻസ് സ്കൂളിൽ പഠിച്ച കാര്യം പറഞ്ഞു. ആദ്യം അരിതമെറ്റിക് സീക്വൻസിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നാതിരിക്കട്ടെ, അരിതമെറ്റിക് സീക്വൻസിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അരിതമെറ്റിക് സീക്വൻസിനെ പറ്റി എന്തറിയാം?
അല്ലെങ്കിൽ എങ്ങനെ വരുന്ന സീക്വൻസ് ആണ് അരിതമെറ്റിക് സീക്വൻസ്? അരിതമെറ്റിക് സീക്വൻസ് എന്താ ജമീലത്തെ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ? കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഒരു സീക്വൻസിലെ 2 ടേംസ് എടുക്കുമ്പോൾ അവരുടെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഒരു സീക്വൻസിലെ 2 ടേം എടുക്കുമ്പോൾ അവരുടെ കോമൺ ഡിഫറൻസ്, അതിനകത്ത് ഇച്ചിരി വ്യക്തത കുറവുണ്ടല്ലോ ജമീലത്തെ. 2 ടേമിന്റെ ഡിഫറൻസ് 2 ടേമിന്റെ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ്. അത് ഏതിൽ നിന്ന് ഏത് കുറയ്ക്കണം? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കണം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കണം. സെക്കൻഡ് ടേമിൽ നിന്ന് അടുത്തടുത്ത് വരുന്ന, ആ വാക്ക് വേണം കേട്ടോ, അടുത്തടുത്ത് വരുന്ന 2 ടേമുകൾ എന്ന് പറയണം. അല്ലെങ്കിൽ 2 ടേമിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എവിടെയുള്ള 2 ടേമും നമുക്ക് എടുക്കാലോ. എവിടെയുള്ള 2 ടേം പറ്റൂലല്ലോ, അടുത്തടുത്ത് വരുന്ന 2 ടേംസ് ആയിരിക്കണം. അടുത്തടുത്ത് വരുന്ന 2 ടേംസിന്റെ ഡിഫറൻസ്. അങ്ങനെ അതിന്റെ ഒരു ജനറൽ പാറ്റേൺ പറയാമോ? അരിതമെറ്റിക് സീക്വൻസിന്റെ AP അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷന്റെ ഒരു ജനറൽ പാറ്റേൺ പറയാമോ? ഫസ്റ്റ് ടേമിനെ നമ്മൾ എങ്ങനെ സാധാരണ ഡിനോട്ട് ചെയ്യണത്? ഫസ്റ്റ് ടേം ഓഫ് AP ഫസ്റ്റ് ടേമിന് ഏത് ലെറ്റർ ഉപയോഗിച്ചാണ് ഫസ്റ്റ് ടേം ഡിനോട്ട് ചെയ്യുന്നത്? ഏതാ ഭീമ? ഫസ്റ്റ് ടേമിന് സാധാരണ ഉപയോഗിക്കുന്ന ലെറ്റർ ഭീമ കരീം? എഫ് വെച്ച് ഡിനോട്ട് ചെയ്യില്ലേ? എഫ് അല്ല, എ. ഫസ്റ്റ് ടേം എ ആണ് കേട്ടോ. ഫസ്റ്റ് ടേം എ. ചിലർ A1 എന്ന് കൊടുക്കും, ചിലപ്പോൾ A എന്ന് കൊടുക്കും, അല്ലെങ്കിൽ A1 എന്ന് കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. കോമൺ ഡിഫറൻസിന് ഏത് ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്? ഡി. കോമൺ ഡിഫറൻസ് ഡി. അങ്ങനെയാണെങ്കിൽ ഈ AP-നെ ഒരു സീക്വൻസ് ആയിട്ട് പറയാമോ? ഫസ്റ്റ് ടൈം എയും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ ആ AP നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. AP എങ്ങനെ നമുക്ക് പറയാം? ഒരു സീക്വൻസ് ആയിട്ട് ഇവിടെ എഴുതിയില്ലേ? വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതി വെച്ചല്ലോ. 2 4 8. ഇതാണ് സീക്വൻസ് കേട്ടോ. ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്നതാണ് സീക്വൻസ്. 2 4 8 16 എക്സെട്ര 2n അങ്ങനെ പോയിരിക്കുന്നതാണ് സീക്വൻസ്. AP-നെ സീക്വൻസ് ആയിട്ട്. AP-യുടെ ആദ്യത്തെ ടേം A ആണ്, കോമൺ ഡിഫറൻസ് D ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം എന്തായിരിക്കും ആദിൽ ജമാലെ? ഫസ്റ്റ് ടേം A ആണ്, കോമൺ ഡിഫറൻസ് D ആണെങ്കിൽ രണ്ടാമത്തെ ടേം A+D. A+D ആണ് അടുത്ത ടേം. ആദ്യത്തെ ടേം A ആണ്, രണ്ടാമത്തെ ടേം A+D ആണ്. മൂന്നാമത്തെ ടേമോ? മൂന്നാമത്തെ ടേം എന്ത് വരും? എന്താ അൽഫിയ വിയാറെ അടുത്ത ടേംസ് ഏതൊക്കെയായിരിക്കും? ആദ്യത്തെ ടേം A ആണ്. A+2D. A+2D. A+D, A+2D എക്സെട്ര. nth ടേമോ? nth ടേം ഫസ്റ്റ് ടേം A ആണ്, രണ്ടാമത്തെ ടേമിനകത്ത് A+1D ആണ്, മൂന്നാമത്തെ ടേമിനകത്ത് A+2D ആണ്. അങ്ങനെയാണെങ്കിൽ nth ടേം എന്തായിരിക്കും? ആദ്യത്തെ ടേമിൽ A+0D ആണ്, രണ്ടാമത്തെ ടേമിൽ A+1D ആണ്, മൂന്നാമത്തെ ടേമിൽ A+2D ആണ്. അങ്ങനെയാണെങ്കിൽ nth ടേം എന്ത് വരും? എന്താ ഫാത്തിമ? A+n-1 into D. ഒന്ന് കുറവായിരിക്കും അല്ലെ? 1 ആയപ്പോൾ 0D, 2 ആയപ്പോൾ 1D ആണ്, 3 ആയപ്പോൾ 2D ആണ്. A+n-1 into D എക്സെട്ര ആയിരിക്കും. ഇതാണ് കേട്ടോ അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് കേട്ടോ. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് അതിനൊരു സീക്വൻഷ്യൽ വേയിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് സീക്വൻസ് ആയിട്ട്. ആ നമ്പേഴ്സുകൾ തമ്മിൽ ബന്ധങ്ങൾ കാണാം, കാണാതിരിക്കുകയും ചെയ്യാം കേട്ടോ. നമ്പേഴ്സുകൾ തമ്മിലേ ആ സീക്വൻസ് എഴുതിയിരിക്കുന്ന നമ്പേഴ്സുകൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യാം. ദെൻ ഇതാണ് സീക്വൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ സീരീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്തായിരിക്കും? സീരീസ് എന്താണ്? സീരീസ് എന്താണ്? സീരീസ് എന്താണ്?
നമ്മൾ സീക്വൻസസിൽ കോമയിട്ട് ടേംസിനെ ഡിവൈഡ് ചെയ്യും. ഇവിടെ പ്ലസ് ഇട്ട് ഈ ടേംസിനെ പ്ലസ് ഇട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സീരീസ് ആയിട്ടോ. പ്ലസ് ഇട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ടേംസിനെ പ്ലസ് ഇപ്പൊ ആദ്യത്തേതാണെങ്കിൽ ആദ്യത്തേത് സീക്വൻസ് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ 2 + 4 + 8 + 16 + എക്സെട്ര + 2n + എക്സെട്ര. സം, അതിന്റെ സം കാണുന്നതിനാണ് സീരീസ് എന്ന് പറയുന്നത്. സം കാണുന്നതിന് കേട്ടോ, സമ്മിനാണ് സീരീസ് എന്ന് പറയുന്നത്. സീക്വൻസ് ആൻഡ് സീരീസ്, സീക്വൻസ് ലിസ്റ്റ് ചെയ്യുന്നു. സം ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് എന്ന് പറയുന്നത്. സീരീസ് നമുക്ക് 1-2 എക്സാമ്പിൾ ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. സീക്വൻസ് Sequence is a list of items or objects. Sequence is a list of items. Sequence എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ list of items or objects which have been arranged in. Sequence is a list of items or objects. Sequence എന്ന് പറഞ്ഞാൽ list of items or objects ആണ്. Which have been arranged in a sequential way. Which have been arranged in a sequential way. കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതി വയ്ക്കും. Which have been arranged in a sequential way. Sequence is a list of items or objects which have been arranged in a sequential way. Okay. The various members occurring in the sequence. The various members occurring in the sequence. Various members occurring in the sequence. Various members occurring in the sequence are called terms. Various members occurring in the sequence are called terms. Various members occurring in the sequence are called terms. The nth term is called nth term. The nth, smaller term, the nth term is called general term. General term. Nth term is called general term. Nth term എന്ന് പറയുന്ന പേരാണ് general term. താഴെ അടുത്ത ലൈനിൽ സീരീസ്, ചെറിയ സബ് ഹെഡിങ് കൊടുത്തരെ. സീരീസ് if a1 a2 a3 etc. an etc. is a sequence. ഇതൊരു സീക്വൻസ് ആണെങ്കിൽ if a1 a2 a3 etc. an etc. is a sequence, then the expression a1 a2 a3 etc. an etc. is a sequence. ഇതൊരു സീക്വൻസ് ആണെങ്കിൽ then the expression അടുത്ത ലൈനിൽ എഴുതിക്കൊള്ളുക. a1 plus a2 plus a3 plus etc. plus an plus etc. a1 a2 a3 etc. plus an plus etc. is called series. Is called series associated with the given sequence. Is called series associated with the given sequence. ആ സീക്വൻസിലെ ടേംസ് എല്ലാം കൂടി കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്നതാണ് സീരീസ്. സീക്വൻസ് ആൻഡ് സീരീസ്. ഓക്കെ, ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എഴുതി കേട്ടോ. എക്സാമ്പിൾ nth term of a sequence is, example 1, nth term of a sequence is an equal to n into n minus 2 by n plus 3. Nth term of a sequence an equal to n into n minus 2 by n plus 3. Find the fifth term.
nth ടേം തന്നിട്ടുണ്ട്, ഫൈൻഡ് ദി ഫിഫ്ത്ത് ടേം. nth ടേം തന്നിട്ട് അഞ്ചാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ കിട്ടും റിസ്വാന അഞ്ചാമത്തെ ടേം? nth ടേം തന്നിട്ടുണ്ട്, അഞ്ചാമത്തെ ടേം കാണണം. എന്ത് ചെയ്യണം? അറിയില്ല. എന്ത് ചെയ്യണം റിസ്വിനെ? nth ടേം തന്നിട്ട് അഞ്ചാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n-ന് പകരം 5 കൊടുക്കണം. nth ടേം തന്നിട്ടുണ്ട്, അഞ്ചാമത്തെ ടേം കണ്ടുപിടിക്കണം. n-ന് പകരം 5 കൊടുക്കുക. a5 ആണ് അഞ്ചാമത്തെ ടേം. a5 ഈക്വൽ ടു 5 into 5 minus 2 by 5 plus 3 equal to 5 into 3, 15 by 8. 15 by 8 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എക്സാമ്പിൾ. if a1 equal to 1, a1 comma an equal to an minus 1 plus 2. a1 1 ആണ്, an minus 1 plus 2. n greater than or equal to 2. Write the first 4 terms of the sequence. Write the first 4 terms of the sequence. a1 equal to 1, an equal to an minus 1 plus 2, n greater than or equal to 2. Write the first 4 terms of the sequence. a1 തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഏതാ കണ്ടുപിടിക്കേണ്ടത്? a1 1 ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്ത ഏത് കാണണം? ആദ്യത്തെ 4 ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കട്ടെ. ഓരെണ്ണം ഓൾറെഡി തന്നിട്ടുണ്ട്, a1 തന്നിട്ടുണ്ട്. അടുത്ത ഏതാ ഫിദ കാണണ്ടേ? a2 കാണണം. a1 1 എന്ന് തന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ a2 എങ്ങനെ കാണാം? a2 ഈക്വൽ ടു ഫിദ പറഞ്ഞോ? a2 minus 1. a2 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1. അപ്പൊ a1 അല്ലേ? a1 പ്ലസ് 2. a2 ഈക്വൽ ടു an minus 1. 2 എന്ന് കൊടുത്താൽ 2 minus 1, 1 plus 2. This is equal to a1 1 ആണ് നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1 plus 2 equal to 3. ആദ്യത്തെ 4 ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. a3യും a4ഉം കണ്ടുപിടിച്ച്. a1 തന്നിട്ടുണ്ട്, a2 കണ്ടു, a3യും a4ഉം വേണം. a3 എന്ത് കിട്ടും മിർസ? a3 സർ a1 plus 3 ആണ്. അതെങ്ങനെയാ? എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? an തന്നേക്കണ എന്താ? an ഈക്വൽ ടു an minus 1 plus 2. അപ്പൊ a3 എത്ര വരും? a2 എനിക്കത് മനസ്സിലായില്ലായിരുന്നു. പ്ലസ് a2 പ്ലസ് 3 എവിടെ നിന്നേ? പ്ലസ് 2 a3 ഈക്വൽ ടു ഈ n minus 1. n-ന് 3 കൊടുത്താൽ 3 minus 1 2 വരും, പ്ലസ് 2. a2 3 ആണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 3 plus 2 5. a4 മിറിനെ? a4 എന്ത് കിട്ടും? a4 7. എങ്ങനെയാ കിട്ടണെന്ന് പറഞ്ഞേ?
A4 minus 1 plus 2. A4 minus 1 എത്രയാ? A3 plus 2. ശരി. 5 അപ്പൊ plus 5 plus 2. equal to 7. Equal to 7. ഒരെണ്ണോട് ചെയ്തോ. Write the first 5 terms of ആദ്യത്തെ 5 ടേം എഴുതണം. Write the first 5 terms of an equal to 2n minus 3 by 6. an equal to 2n minus 3 by 6. ആദ്യത്തെ 5 ടേം എഴുതാൻ കേട്ടോ. ആദ്യത്തെ 5 ടേം എഴുതുക. ആദ്യത്തെ 5 ടേം A1, A2, A3, A4, A5. ആദ്യത്തെ 5 ടേം എഴുതാൻ. ഫസ്റ്റ് ടേം എന്തൊരു അൽസാഫേ? സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ പോരെ? മതി. പറഞ്ഞ എന്ത് കിട്ടും അന്നേരം? -1/6. -1/6 എന്ന് വരും. A2 ഈക്വൽ ടു അംജിത്തെ A2 എന്താ? A2 equal to 2 into 2 minus 3 by 6. എത്ര വരും? 4 minus 3 by 6. എത്രയാത്? 1/6. A3 ഈക്വൽ ടു അസ്ലമേ? 3/6. 3/6. A4 അൻസഫേ? 5/6. 5/6. 4 8 minus 3 5/6. A5 എന്ത് വരും? അമിന? 7/6. 7/6. ഓക്കെ. അടുത്ത ഹെഡിങ് കൊടുത്തോട്ടോ മക്കളെ. അടുത്ത ഹെഡിങ് കൊടുത്തോളുക. ജോമെട്രിക് പ്രോഗ്രഷൻ GP. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത് അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. വേറൊരു സാധനം ജോമെട്രിക് പ്രോഗ്രഷൻ കേട്ടോ. ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അരിതമെറ്റിക് പ്രോഗ്രഷന് അവിടെ നമുക്ക് തുടങ്ങാം. അരിതമെറ്റിക് പ്രോഗ്രഷന് ഒരു എക്സാമ്പിൾ പറയാമോ? അരിതമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ ജനറൽ ടൈം ഒക്കെ കുറച്ചു മുമ്പ് ചുമ്മാ എഴുതിയായിരുന്നു. സോറി, ജനറൽ ടൈം അല്ല, അതിന്റെ പാറ്റേൺ നമ്മൾ എഴുതിയായിരുന്നു. അരിതമെറ്റിക് പ്രോഗ്രഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ലുക്മാനെ. ഒരു എക്സാമ്പിൾ പറഞ്ഞു ലുക്മാനെ. അരിതമെറ്റിക് ഒരു AP ഒരു സീക്വൻസ് 2n. സീക്വൻസ് ആയിട്ട് പറ. സീക്വൻസ് ആയിട്ട് എലമെന്റ്സ് പറഞ്ഞു. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, അങ്ങനെ 2 4 6 8 10. 2 4 6 8 10 എക്സെട്ര. 2 4 6 8 10 എക്സെട്ര. ലുക്മാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഇതാണ് അരിതമെറ്റിക് പ്രോഗ്രഷന്. 2 4 6 8 10 എക്സെട്ര. ഇത് അരിതമെറ്റിക് പ്രോഗ്രഷൻ തന്നെയാണോ ആദ്യ? ആന്ന് തോന്നുന്നു. ഒന്ന് ഉറപ്പിക്കാൻ എന്താ മാർഗം? ഡിഫറൻസ് സെയിം ആണെങ്കിൽ ആയിരിക്കും. ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഏതിൽ നിന്ന് ഏതിലേക്കുള്ള ഡിഫറൻസ്? സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം.
സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അത് മാത്രമാണോ പറ്റുള്ളൂ? സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം മാത്രമാണോ പറ്റുള്ളൂ? അല്ല, ഉം. ആ സെറ്റിൽ ഏതെങ്കിലും രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് ഏതെങ്കിലും രണ്ട് ടേം അല്ല. ഏതെങ്കിലും, ഞാൻ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഏതെങ്കിലും രണ്ട് ടേം എന്ന് പറയാൻ പറ്റില്ല. nth ടേം ആണ്. എന്നാ മോളെ? nth ടേം ആണ്. nth ടേം അല്ല, ഏതെങ്കിലും രണ്ട് ടേമിൽ ഡിഫറൻസ് ഉണ്ടാ പോരാ. അങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റില്ല. ഇവിടെ 10 കിടപ്പുണ്ട്. ആദ്യം രണ്ടും കിടപ്പുണ്ട്. 10ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 8. അങ്ങനെ എടുത്താൽ തന്നെ കുഴപ്പം. ഏതെങ്കിലും രണ്ട് ടേം തമ്മിൽ എടുത്താതെങ്കിൽ എനിക്ക് അങ്ങനെ എടുക്കാൻ പാടില്ലേ? അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എങ്ങനെയുള്ള ടേംസ് തമ്മിൽ എടുക്കണം? അടുത്തുള്ള ടേംസ് ആണ്. അടുത്തടുത്തുള്ള 2 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് കേട്ടോ. അടുത്തടുത്ത് വരുന്ന രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിഫറൻസ് 2 കിട്ടി. കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു A2 മൈനസ് A1. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 4 മൈനസ് 2 ഈക്വൽ ടു 2 കിട്ടി. കോമൺ ഡിഫറൻസ് ഇത് തന്നെയായിരിക്കണം. ഏത്? A3 മൈനസ് ഏതാദ്യ? A3 മൈനസ് A4. A3 മൈനസ് A2. A3 മൈനസ് A2. A3 മൈനസ് A2 ഇത് തന്നെ കിട്ടണം. A4 മൈനസ് A3 ഇത് തന്നെ കിട്ടണം കേട്ടോ. അങ്ങനെ തന്നെ അല്ലേ നോക്കി. 2 ആഡ് ചെയ്തല്ലേ വെക്കണത്. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 10 സോറി 8 + 2 10, 8 + 2 10. 2 ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ പ്രോഗ്രഷൻ നമ്മൾ പറയുന്ന പേരാണ് അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. ദെൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞ അരിതമെറ്റിക് പ്രോഗ്രഷൻ ഹാഷിമേ. 1 3 5 1 3 5 7 എക്സെട്ര. ശരി, ആദ്യത്തത് ഈവൻ നമ്പർ ആയിരുന്നു, ഇത് ഓഡ് നമ്പർ ആയിരുന്നു കേട്ടോ. 1 3 5 എക്സെട്ര അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ശരി, ഞാൻ സമ്മതിച്ചു. ദെൻ ഞാൻ നാച്ചുറൽ നമ്പർ എഴുതിയാലോ? 1 2 3 4 5 6 എക്സെട്ര. ഇത് അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണോ? സെറ്റ് ഓഫ് ഫുൾ നാച്ചുറൽ നമ്പേഴ്സ് ആണോ ആൽഫിയ സുനിറേ? കാരണം അതിന്റെ അടുത്തടുത്ത് വരുന്ന രണ്ട് ടേംസിന്റെ ഡിഫറൻസ് ചെയ്യുന്നു. ഡിഫറൻസ് അത് എപ്പോഴും എത്രയായിരിക്കും? സെയിം ആയിരിക്കും. അത് എത്രയും ആയിരിക്കും? 1 ആയിരിക്കും. ഇതും അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ് കേട്ടോ. അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ദെൻ വേറെ ഒരെണ്ണം എഴുതാം. 2 4 8 16. ഇത് അവസാനത്തേത് 1. അത് അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നോക്കി. ലാസ്റ്റ് എഴുതിയേക്കണത് അഫീസ? അല്ല. കാരണം അവരുടെ അടുത്തടുത്തുള്ള ടേംസിന്റെ ഡിഫറൻസ് വേറെയാണ്. ആദ്യത്തെ രണ്ട് ടേമിന്റെ ഡിഫറൻസ് എത്രയാ? 4. ആദ്യത്തെ രണ്ട് ടേമിന്റെ ഡിഫറൻസ് 4. അല്ല 2 അല്ല, ആദ്യത്തെ 2 4 - 2 2. എപ്പോഴും രണ്ടാമതാ ശരി ഉത്തരം പറയാമോ കേട്ടോ. നിങ്ങളുടെ ഒരു പ്രത്യേകത അത്. രണ്ടാമത് ഞാൻ ഒന്നുകൂടെ ചോദിക്കണം അല്ലേ? ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ശരി ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇതോടെ ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ ഒരു ഉത്തരം മനസ്സിലങ്ങ് പറഞ്ഞോട്ടോ, എന്നിട്ട് രണ്ടാമത് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് ഒരു ഉത്തരേ മനസ്സിലങ്ങ് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഉത്തരം ഉറക്കെ പറഞ്ഞാൽ മതി. ശരി, അടുത്ത രണ്ടും തമ്മിലോ ഓഫീസാ? 4. പിന്നത്തെ രണ്ടും തമ്മിലോ? 8. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല കേട്ടോ. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? പൊതുവായിട്ടുള്ള ഡിഫറൻസ് ഇവിടെ ഇല്ല. ആദ്യത്തെ രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് 2 ആണ്. പിന്നത്തെ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് 4 ആയി. പിന്നത്തെ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് 8 ആയി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോമൺ ഡിഫറൻസ് ഇല്ല. ഇത് അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ല. ശരി, വേറെ ഒരെണ്ണം തരാം. 3 15 75 എക്സെട്ര. ഇത് അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണോ?
ആണോ ഭീമ? ഭീമ ഭീമ മറിയം അല്ല സർ. അല്ല. ക്ലിയർ ആണല്ലേ? കാണുമ്പോൾ തന്നെ അറിയാലോ, പെട്ടെന്ന് അറിയാം. ഇത് അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ല. 3, 15, 75. വേറൊരു എക്സാമ്പിളോട് എഴുതി വെച്ചേക്കാൻ വേണമെങ്കിൽ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ആയിക്കോട്ടെ. 64, 32, 16, 8, എക്സെട്ര. ഇതോ? ആണോ ജമീലത്തെ? അല്ല. അല്ല. അർജുനെ, സാർ ടെക്സ്റ്റ് ബുക്ക് കളർ ചെയ്ത് കഴിഞ്ഞോടാ? ഇല്ല, ടെക്സ്റ്റ് ബുക്ക് അല്ലായിരുന്നു. ആ, നോട്ട്ബുക്ക്? അല്ല കളറൊന്നും ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ എന്നെ ചെയ്തോണ്ടിരിക്കുന്ന അവിടെ? അല്ലാതെ എഴുതിയത് ആദ്യം പേനെടുത്ത് മഷി തീർന്നു പറഞ്ഞു, അതോ മാറ്റിയിട്ടത് എഴുതിയതാ. ആണോ? നീ അങ്ങനെയല്ലേ എഴുതണത്? ശരി. ഓക്കെ. ഈ ലാസ്റ്റ് എഴുതിയേക്കണത് നോക്കി. 64, 32, 16, 8. ആ സംഭവം AP ആണോ? അരിതമെറ്റിക് ആണോ? ഒരു പർട്ടിക്കുലർ നമ്പർ കൂടുവോ? ഞാൻ നമ്പർ പോസിറ്റീവ് ആയിക്കോളും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്പർ നെഗറ്റീവ് ആകാം കേട്ടോ. ആ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് യാതൊരു നിർബന്ധമില്ല. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആകാം. ഓക്കെ, ഇവിടെ ശരിയാവും നോക്കി. സെയിം ആയിരിക്കണം. ആദ്യത്തെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും? എന്താ ആദ്യം ആദ്യത്തെ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ്? അയ്യോ, 32. നമ്മൾ അങ്ങനെയല്ലോടാ കാണുന്നത്. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം അല്ലേ? -32. -32. അടുത്ത രണ്ട് തമ്മിലുള്ള ഡിഫറൻസോ? -16. -16. സെയിം അല്ലല്ലോ? അല്ല. സെയിം അല്ല കേട്ടോ, സെയിം അല്ല. പക്ഷേ ഞാൻ ഇപ്പൊ എഴുതിയേക്കണ ഈ 1, 2, 3 ഈ 3 എക്സാമ്പിളിനും വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. 3 എക്സാമ്പിളിനും വേറൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 3 എക്സാമ്പിളിനും വേറെ ഒരു പ്രത്യേകതയുണ്ട്. പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തെ എക്സാമ്പിളിന്റെ പ്രത്യേകത, ആദ്യത്തെ എക്സാമ്പിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഫർഹാനെ? നീ നോക്കിട്ട് എന്നെ കാണണേ. 2, 4 അതിന്റെ എലമെന്റ്സ് എങ്ങനെ കിട്ടാം? ആദ്യത്തെ എലമെന്റ് 2 ആണ്, രണ്ടാമത്തത് 4 ആണ്, മൂന്നാമത്തത് 8 ആണ്, അടുത്തത് 16 ആണ്, പിന്നെ 32. അങ്ങനെയാണ് ഇത് പോകുന്നത്. മുഹമ്മദ് ഫർഹാൻ, കേൾക്കുന്നില്ലേ? എനിക്കില്ലല്ലോ. അൻസാഫേ? എല്ലാ സീക്വൻസിലും × 2 വെച്ച് പോകണം. × 2 വെച്ച് ചെയ്യണം. ആദ്യത്തെ എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1 × 2 2 വരും. 4 1 ഇവിടെ ഇല്ലടാ. 1 ഇവിടെ ഇല്ലടാ. 1നെ ഇവിടെ എടുക്കേ വേണ്ട. ആദ്യത്തെ എലമെന്റ് 2 അല്ലേ? ഇവിടെ 1 ഇല്ലല്ലോ. ആദ്യത്തെ എലമെന്റ് 2 ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ്. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16 ആയി. 16നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 ആയി. അതായത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ് ഇവിടെ വന്നേക്കണത്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ ടേം കിട്ടും. രണ്ടാമത്തേനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൂന്നാമത്തെ കിട്ടും. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത് നോക്കി, അടുത്ത സീക്വൻസിനകത്തോ × 5 വരിക. × 5 ആണ് ചെയ്തേക്കണം അല്ലേ? ആദ്യത്തെ ടേമിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 5 15. 3 × 5 15 ആകും. 15 × 5 75 ആവും. മൾട്ടിപ്ലിക്കേഷൻ ബൈ 5 ആണ് ചെയ്തേക്കണത്. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പോകുന്നു. ദെൻ അവസാനത്തെ ആകുമ്പോഴോ? അവസാനത്തെ ആകുമ്പോ എന്താ ഇർഫാനെ? എന്താ ചെയ്തേക്കണത് ഇർഫാനെ?
ആദ്യത്തേല് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 പറഞ്ഞു, പിന്നത്തേല് മൾട്ടിപ്ലിക്കേഷൻ ബൈ 5 പറഞ്ഞു. അപ്പൊ അവസാനത്തേല് എന്താ വരുന്നത്? അവസാനത്തെ മറ്റേ തിരിച്ചു പോലെ തിരിച്ചെഴുതാൻ പാടില്ല, നമുക്ക് കിടക്കണം അതുപോലെ തന്നെ കിടക്കണം, തിരിച്ചിടാൻ പറ്റില്ല. 8 മൈനസ് ചെയ്ത് നോക്കുക. 8 മൈനസ് ചെയ്ത് ഒന്ന് കൊല്ലോ, 64 8 കുറച്ചാൽ 32 കിട്ടുമോ? കിട്ടില്ല. ഇല്ല. ആ, നമ്മളെ പറഞ്ഞ കണ്ടീഷൻ എല്ലാവർക്കും ശരിയാവണം. എല്ലായിടത്തും ആ പറഞ്ഞ കണ്ടീഷൻ ശരിയാവണം. ഡിവൈഡ് ബൈ 2 ആണോ? ആ, ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ബൈ എന്താടാ? ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ 1/2 ആണ് കേട്ടോ. 1/2. ഡിവിഷൻ ബൈ 2. ഡിവിഷൻ ബൈ 2 എന്ന് പറഞ്ഞാലും മൾട്ടിപ്ലിക്കേഷൻ ബൈ 1/2 എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ 64 × 1/2 32 ആയി. 32 × 1/2 16 ആയി. 16 × 1/2 8 ആയി. മൾട്ടിപ്ലിക്കേഷൻ ആണ്. അരിതമെറ്റിക്കിനകത്ത് അഡീഷൻ ആയിരുന്നു. ഒരു ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടൈം കിട്ടും. സെക്കൻഡ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടൈം കിട്ടും. ദെൻ തേർഡ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർത്ത് ടൈം കിട്ടും. അങ്ങനെ ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിതമെറ്റിക് സീക്വൻസ്. ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. ഇവിടെ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. ആദ്യത്തെ ടേമിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ ടൈം കിട്ടും. രണ്ടാമത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൂന്നാമത്തെ ടൈം കിട്ടും. മൂന്നാമത്തെ ടേമിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നാലാമത്തെ ടൈം കിട്ടും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു പോകുന്നു. ഈ മൾട്ടിപ്ലിക്കേഷൻ പോസിറ്റീവ് നമ്പർ ആകാം, നെഗറ്റീവ് നമ്പർ ആകാം, 1നേക്കാൾ താഴെയോ ചെറുതോ റാഷണൽ നമ്പറോ ഒക്കെ ആകാം കേട്ടോ. ഒരു നമ്പർ കൊണ്ട്, ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പോകുന്നു. ഇങ്ങനെ കിട്ടുന്ന സീക്വൻസിന് പറയുന്ന പേരാണ് ജോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. ഒരു പർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോയി കിട്ടുന്ന സീക്വൻസ് ആണ് ജോമെട്രിക് സീക്വൻസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ജനറൽ ഫോം പറഞ്ഞ പോലെ ജോമെട്രിക്കിന്റെ ജനറൽ ഫോം നോക്കാം. ഫസ്റ്റ് ടേം എ ആണ് നിൽക്കുന്നു. ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് എ കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ, ഞാൻ പറഞ്ഞു തന്നോളാം കാര്യങ്ങള്. ഫസ്റ്റ് ടേം എ. ചിലര് A1 എന്ന് കൊടുക്കാറുണ്ട് കേട്ടോ. A എന്നോ A1 ഞാൻ തൽക്കാലം A എന്ന് കൊടുക്കുന്നു. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഫസ്റ്റ് ടേം എ ആണ്. ദെൻ ആ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ടേം ഉണ്ടല്ലോ, ആ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ടേമിന് ഒരു പേര് പറയും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ അതിന് പറയുന്ന പേര് കോമൺ റേഷ്യോ എന്നാണ് കേട്ടോ. കോമൺ ഡിഫറൻസ് അല്ല, കോമൺ അവിടെയുണ്ട്, എല്ലാത്തിലും പൊതുവായിട്ടുള്ളതാണ്. കോമൺ റേഷ്യോ എന്നാണ് പറയുന്നത്. ഈ കോമൺ റേഷ്യോനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, ഏതായിരിക്കും? കോമൺ ഡിഫറൻസ് ഡി ആണ്. കോമൺ റേഷ്യോനെ ഇപ്പൊ ഏത് ലെറ്റർ കൊണ്ടായിരിക്കും ചെയ്യണത്? ഒന്ന് ആലോചിച്ച് നോക്കി, കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. എന്തായിരിക്കും റിസ്വാന? 6. കോമൺ റേഷ്യോനെ 6 കൊണ്ട് ചെയ്യും. 6. അപ്പോൾ ഫസ്റ്റ് ടേം എ, കോമൺ റേഷ്യോ 6. ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ 6 ആണെങ്കിൽ സെക്കൻഡ് ടേം A2 കേട്ടോ. സെക്കൻഡ് ടേം A2 ഈക്വൽ ടു എന്തായിരിക്കും? A2 എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേം എ ആണ്, കോമൺ റേഷ്യോ 6 ആണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും സുഹാന? ആ, A ഇൻറ്റു 6 ആണ് കേട്ടോ. A ഇൻറ്റു 6 ആണ് സെക്കൻഡ് ടേം. A ഇൻറ്റു 6. A ഇൻറ്റു 6. തേർഡ് ടേമോ? തേർഡ് ടൈം കിട്ടാൻ വേണ്ടി എന്താ മാർഗം? തേർഡ് ടൈം കിട്ടാനുള്ള മാർഗം എന്താ ഷാഹിൻ ഷാ? ഫസ്റ്റ് ടൈമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സെക്കൻഡ് ടൈം കിട്ടി. തേർഡ് ടൈം കിട്ടണമെങ്കിലോ? A into 2R. A into 2R അല്ലടാ. എന്താന്ന് പറഞ്ഞേ? എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞേ. AR സ്ക്വയർ എടുത്ത് AR സ്ക്വയർ അല്ലേ? AR സ്ക്വയർ. അതായത് ഈ സെക്കൻഡ് ടൈമിനെ വീണ്ടും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ടൈമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സെക്കൻഡ് ടൈമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ AR ഇൻറ്റു 6 എന്ന് വരും കേട്ടോ. AR സ്ക്വയർ. ഇതാണ് തേർഡ് ടൈം ആയിട്ട് വരുന്നത്. ദെൻ ഫോർത്ത് ടൈം A4. ഫോർത്ത് ടൈം കിട്ടാനുള്ള മാർഗം എന്താണ്?
എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഫോർത്ത് ടേം കിട്ടണമെങ്കിൽ ആസിമേ. സാർ ആ ഫോർത്ത് ടൈം കിട്ടണമെങ്കിൽ AR × R². ഇത് അങ്ങനെയല്ല പറയേണ്ടത്. ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. ഫസ്റ്റ് ടൈമിന് എന്ത് ചെയ്താൽ സെക്കൻഡ് ടൈം കിട്ടും? ഫസ്റ്റ് ടൈമിനെ മൾട്ടിപ്ലൈ ബൈ ഏതാണ്? 6. അപ്പൊ തേർഡ് ടൈം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? AR³ തേർഡ് ടൈം AR³ അല്ലല്ലോ ഇപ്പൊ എഴുതിയേക്കണത്. ഫോർത്ത് ടൈം AR³ തേർഡ് ടൈം AR². അപ്പൊ ഞാൻ ചോദിട്ടെ, ഒരു ടൈം കിട്ടണമെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ടൈമിന് എന്ത് ചെയ്യണം? തൊട്ട് മുമ്പിലത്തെ ടൈമിനെ ഒരു ടൈം കിട്ടാൻ വേണ്ടി തൊട്ട് മുമ്പിലത്തെ ടൈമിന് എന്ത് ചെയ്യണം? തൊട്ട് മുമ്പിലത്തെ ടേമിന്റെ കൂടെ സ്ക്വയർ ആക്കണം. സ്ക്വയർ ആക്കിയാ പോരാ. തൊട്ട് മുമ്പിലത്തെ സ്ക്വയർ ആക്കി എങ്ങനെ കിട്ടണേ? ദേ നമ്മളിവിടെ എക്സാമ്പിൾ, ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. സെക്കൻഡ്, ആദ്യത്തെ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു GP പറഞ്ഞാണ്. 2, 4, 8, 16, 32 എക്സെട്ര. ഈ 4 കിട്ടിയത് എങ്ങനെയാ? 2 × 2. 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ കോമൺ റേഷ്യോ R = 2 ആണ് കേട്ടോ. അപ്പോൾ ഈ 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 കിട്ടി. ഈ 8 കിട്ടാനോ? 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 16 കിട്ടാനോ? 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 8 കൊണ്ട് 2 കൊണ്ട്. 32 കിട്ടാനോ? 16നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ തൊട്ട് മുമ്പിലത്തെ ടൈമിന് എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 2 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? അപ്പൊ ഒരു ടൈം കിട്ടാൻ വേണ്ടി തൊട്ട് മുമ്പിലത്തെ ടൈമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത ടൈം കിട്ടണമെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ടൈമിനെ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ A4 ഇവിടെ എന്തായിരിക്കും? A3 × 2. A3 ഇവിടെ 2 അല്ലടാ. ജനറൽ ആയിട്ട് പറയുമ്പോൾ A3 × 6. A3 എന്താ? AR² അല്ലേ? AR² × R. AR³ എന്ന് വരും. ശരി. ഇനി A5 കിട്ടണമെങ്കിലോ? A5 കിട്ടാനുള്ള മാർഗം എന്തായിരിക്കും? ഞാൻ തന്നെയാണോ? അല്ല, അർജുൻ പറയും. A³ × R ചെയ്താ പോരെ? A³ × R. എവിടെയാടാ A³ ഇതിനകത്ത്? A³ എന്നൊരു സാധനം ഇല്ലല്ലോടാ. മേളിൽ കിടക്കണ A³ എന്നാണോ നീ കാണുന്നത്? അല്ല. അയ്യോ, AR³ AR³ × R. AR⁴. അപ്പൊ ജനറൽ ടൈം എങ്ങനെയാട്ടോ പിള്ളേരെ? ജനറൽ ടൈം അല്ല, ജനറൽ പാറ്റേൺ വരുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടൈം A ആണെങ്കിൽ അടുത്ത ടൈം AR, അടുത്തത് AR², അടുത്തത് AR³ AR⁴ എക്സെട്ര. nth ടൈം എന്താന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ഫസ്റ്റ് ടൈം ആണ് A. കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഒന്നും എഴുതണ്ട, ഞാൻ പറഞ്ഞു തന്നോളാം. നിങ്ങൾ കണ്ടിരുന്നാൽ മതി, ഒന്നും എഴുതണ്ട. നിങ്ങൾ ഇപ്പൊ എന്നാ എഴുതണത്? ഫസ്റ്റ് ടൈം ആണ് A ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം AR, തേർഡ് ടൈം AR², നാലാമത്തെ ടൈം AR³, അഞ്ചാമത്തെ ടൈം AR⁴. അങ്ങനെയാണെങ്കിൽ nth ടൈം എന്തായിരിക്കും? nth ടൈം, ജനറൽ ടൈം ആയ nth ടൈം എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിക്കാം, കണ്ടുപിടിച്ചോളുക. ഞാൻ ചോദിക്കാം. എന്താ ആതിര? ARn - 1. AR⁴ എക്സെട്ര. ജനറൽ ടൈം ഇതാണ് കേട്ടോ. AR⁴ ആണ് ജനറൽ ടൈം. AR⁴ then അപ്പോൾ AR, AR², AR³ AR⁴ എക്സെട്ര AR⁴ ഒരു നമ്പറിനെ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ കിട്ടുന്നതാണ് ജോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ.
പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും മുന്നോട്ട് പോയിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ആ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പറിന് പറയുന്ന പേരാണ് കോമൺ റേഷ്യോ കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പറിന്റെ പേരാണ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഒരു സീക്വൻസ് തന്നിട്ട് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാലത്തെ മാർഗം എന്താണ്? അപ്പൊ ഞാൻ ചോദിക്കാം, സീക്വൻസ് ഇതാണ് കേട്ടോ. A1 ഫസ്റ്റ് ടൈം, A1 A2 A3 A4 എക്സെട്ര ഈസ് AGP. ഇതൊരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്. ഇത് ജോമെട്രി പ്രോഗ്രഷൻ ആണെങ്കിൽ ഇതിനകത്ത് കോമൺ ഡിഫറൻസ് R എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് R ഈക്വൽ ടു ഒരു ജോമെട്രി പ്രോഗ്രഷൻ തന്നിരിക്കുന്നു. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം ഒക്കെ തന്നിട്ട് നമ്മളോട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും കോമൺ ഡിഫറൻസ് കിട്ടാനുള്ള മാർഗം? മുകളിൽ നോക്കിയിട്ട് പറഞ്ഞാലും മതി. ഫസ്റ്റ് ടൈം A ആണ്, AR AR² AR³ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോറി കോമൺ ഡിഫറൻസ് അല്ല, കോമൺ റേഷ്യോ കേട്ടോ. ഞാൻ പറയുമ്പോൾ മാറിപ്പോണെങ്കിൽ തിരുത്തിക്കൊള്ളണം. കോമൺ റേഷ്യോ. കോമൺ ഡിഫറൻസ് എവിടെയാ? കോമൺ ഡിഫറൻസ് വരുന്നത് എവിടെയാ മിർസ? കോമൺ ഡിഫറൻസ് പറയുന്നത് അർത്തമെറ്റിക് സീക്വൻസിൽ. ശരി, അരിതമെറ്റിക് സീക്വൻസിൽ AP, അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ APക്ക് അതാണ് നമ്മൾ കോമൺ ഡിഫറൻസ് പറയുന്നത്. കോമൺ ഡിഫറൻസ് എങ്ങനെയാ കിട്ടണേ മിർസ? രണ്ട് ടേം തമ്മില് അടുത്തടുത്തുള്ള രണ്ട് ടൈമിന്റെ ഡിഫറൻസ്. ഇപ്പൊ A1 ഉം A2 എന്ന് എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണേ? ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും A2 - A1. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും അറിയാമെങ്കിൽ A2 - A1. ഇവിടെ അതുപോലെ എന്റെ ക്വസ്റ്റ്യൻ കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും അറിയാമെങ്കിൽ കോമൺ റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? A2/A1 ആണോ? A2/A1 ആണ് കേട്ടോ. A2/A1. സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം. അല്ലെങ്കിലോ വേറെ മാർഗം? A2 × 1/. അല്ലല്ല, ഇനി A2/A1 അല്ലെങ്കിൽ A1 ഉം A2 എടുത്ത് തന്നെ കണ്ടുപിടിക്കണമെന്നില്ലല്ലോ. A1 ഉം A2 മാത്രം എടുത്താൽ പോരല്ലോ. ഏത് രണ്ട് ടേമും, ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസും എടുക്കാം. A2/A1. അതുപോലെ തന്നെ വേറെ പറഞ്ഞേ സുഹാന. A3/A2. A3/A2. A2/A1 ആകാം, A3/A2 ആകാം, അല്ലെങ്കിൽ A4/A3 ആകാം. അടുത്തടുത്ത് വരുന്ന രണ്ട് ടേമുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അടുത്തടുത്ത് വരുന്ന രണ്ട് ടേമുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ റേഷ്യോ കിട്ടും. കോമൺ റേഷ്യോ കിട്ടും. അടുത്തടുത്ത് വരുന്ന രണ്ട് ടേംസ് സബ്ട്രാക്ട് ചെയ്തായിരുന്നു കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഡിവൈഡ് ചെയ്യും. അടുത്തടുത്ത് വരുന്ന രണ്ട് ടേംസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാം. കോമൺ റേഷ്യോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എ സീക്വൻസ് ഓഫ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, സെന്റൻസ് ആയിട്ട് എഴുതി വെക്കണമെന്നുള്ളൂ. എ സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സ്, എ സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സ് is said to be a geometric progression. A sequence of non-zero numbers, a sequence of non-zero numbers is said to be a geometric progression. A sequence of non-zero numbers is said to be a geometric progression if the ratio of each term, if the ratio of each term by its preceding term, if the ratio of each term, if the ratio of each term by its preceding term. എന്താ preceding term എന്ന് പറഞ്ഞാ? ratio of each term by its preceding term. തൊട്ട് മുമ്പ് വരുന്ന ടേം. തൊട്ട് മുമ്പ് വരുന്ന ടേം ആണ് കേട്ടോ. by the preceding term is always the same. Ratio of each term by the preceding term. അപ്പോൾ ഒരു ടേമിനെ തൊട്ട് മുമ്പിലത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
ഒരു ടേമിനെ തൊട്ട് മുമ്പിലത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ് ഓൾവേസ് ദ സെയിം കിട്ടണമെന്ന്. അങ്ങനെ വരുവാണെങ്കിൽ ആ സീക്വൻസ് നമ്മൾ എന്ത് പറയും? ജോമെട്രിക് സീക്വൻസ് എന്ന് പറയും. ഒരു ടേമിനെ തൊട്ട് മുമ്പിലത്തെ ടേമുമായിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ് കേട്ടോ. ഒരു ടേമും തൊട്ട് മുമ്പിലത്തെ ടേമുമായിട്ട് വരുന്ന റേഷ്യോ അല്ലെങ്കിൽ ഡിവിഷൻ സെയിം ആണെങ്കിൽ നമുക്കതിനെ ജോമെട്രിക് സീക്വൻസ് പറയാം. ദിസ് റേഷ്യോ ഈസ് ഹലോ, അടിച്ചു പോയതല്ലടാ. അടിച്ചു പോയി കഴിഞ്ഞാൽ ഒച്ചയും വലിയ കൂട്ടക്കറച്ചിലൊക്കെ കേൾക്കും. ഞാൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ, ഷെയർ ചെയ്യട്ടെ. കിട്ടില്ല പിള്ളേരെ? ശരി, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ദിസ് റേഷ്യോ ഈസ് കോൾഡ് കോമൺ റേഷ്യോ ഓഫ് ദ ജി പി. ദിസ് റേഷ്യോ ഈസ് കോൾഡ് കോമൺ റേഷ്യോ ഓഫ് ദ ജി പി. ആ ടൈം അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. ദിസ് റേഷ്യോ ഈസ് കോൾഡ് കോമൺ റേഷ്യോ ഓഫ് ദ ജി പി. This ratio is called common ratio of the GP and is generally denoted by, this ratio is called common ratio of the GP and is generally denoted by small letter r, and is generally denoted by small letter r. And the first term by small letter a, and the first term by small letter a, and the first term by small letter a. Therefore, the general term of the GP is general term alla general form. Therefore, the general form of the GP is ഇത് എഴുതിക്കൊള്ളു കേട്ടോ. AR താഴെ 1 2 എന്നൊന്നും എഴുതണ്ട കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കാണിച്ചതാണ്. ഇത് എഴുതിക്കൊള്ളുക. AR സ്ക്വയർ AR ഈ സാധനം. AR square, AR cube, AR raised to 4, etc., AR raised to n minus 1, etc. GP-ക്കകത്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. എയും അറിയണം, ആറും അറിയണം. എയും ആറും കിട്ടിക്കഴിഞ്ഞാൽ എന്തും കണ്ടുപിടിക്കാം കേട്ടോ. ഫസ്റ്റ് ടേമും
കോമൺ റേഷ്യോയും വേണം. ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ. അതുപോലെ തന്നെ എ പിക്കകത്തായിരുന്നെങ്കിൽ, ജി പിക്ക് പകരം എ പി ആയിരുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എയും ഡിയും അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം അതിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ എയും ആറും അറിയണം. അപ്പൊ ജനറൽ ഫോം എഴുതിയല്ലോ. ജനറൽ ഫോം എ ആർ സ്ക്വയർ AR ക്യൂബ് എക്സെട്ര AR റേസ് ടു n-1. താഴെ ജനറൽ ടേം ഓഫ് ആൻ എ പി, ജനറൽ ടേം ഓഫ് ആൻ എ പി, ജനറൽ ടേം ഓഫ് ആൻ എ പി, കൊമ nth ടേം, nth ടേം an equal to AR raised to n-1. സർ ആ സാർ ഇപ്പൊ ജനറൽ ടൈം ഓഫ് ആൻ എ പി എന്നല്ലേ പറഞ്ഞു? എ പി എന്നാണ് പറഞ്ഞത്. എ പി എന്ന് പറഞ്ഞ അപ്പം മാറ്റിക്കോട്ടോ. ജി പി, എ പി ഇല്ല, ജി പി ഉള്ളൂ കേട്ടോ. പറയുമ്പോൾ മാറിപ്പോണതാണ്. ജി പി എ പറയുള്ളൂ കേട്ടോ. തൽക്കാലം ജി പി എ പറയുള്ളൂ. ജനറൽ ടേം, ജനറൽ ടേം ഓഫ് എ ജി പി, nth ടേം, nth ടേം an equal to AR raised to n-1, AR raised to n-1. താഴെ if ഓരോരോ പോയിന്റ് ആയിട്ട് താഴെ എഴുതി പോകണം കേട്ടോ. എ കോമ ബി കോമ സി ആർ ഇൻ ജി പി കഴിഞ്ഞിട്ട് എഴുതാം. ഇനി എയും ബിയും സിയും ഇത് മൂന്നെണ്ണം ജി പിയിലാണ് കേട്ടോ. എ ബി സി ആർ ഇൻ ജി പി. അങ്ങനെയാണെങ്കിൽ കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? 3 നമ്പേഴ്സ് കേട്ടോ. ഏതാന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. എ ബി സി എന്നാണ് പറഞ്ഞേക്കണത്. എ ബി സി ആ 3 നമ്പർ ജി പിയിൽ ആണെങ്കിൽ, ആ 3 നമ്പറും ജി പിയിലാണെങ്കിൽ കോമൺ റേഷ്യോ എങ്ങനെ കിട്ടും? എ ബി സി ആർ ഇൻ ജി പി. ഭീമ കരീമേ? ബി ബൈ എ. ബി ബൈ എ. ബി ബൈ എ. കോമൺ റേഷ്യോ ഈക്വൽ ടു ബി ബൈ എ. വേറെ മാർഗം? ഭീമ വേറെ മാർഗം പറഞ്ഞേ. സി ബൈ ബി. ആ ബി ബൈ എ. ബി ബൈ എ ഒരു ടേമിനെ തൊട്ട് മുമ്പിലത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോമൺ റേഷ്യോ കിട്ടും. ബി ബൈ എ കോമൺ റേഷ്യോ ആണ്. അതുപോലെ തന്നെ സി ബൈ ബിയും എന്താണ്? കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ ആകുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കില്ലേ? അല്ലെ? രണ്ടും കോമൺ റേഷ്യോ ആണ്. 2 രീതിയിൽ കണ്ടുപിടിച്ചു എന്നുള്ളൂ. 2 രീതിയിൽ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എ ബി സി 3 നമ്പർ ജി പിയിലാണ്. 3 നമ്പർ ജി പി അനുസരിച്ചാണെന്ന് തന്നിട്ടുണ്ട്. ജി പി ആണെങ്കിൽ കോമൺ റേഷ്യോ കാണാൻ വേണ്ടി സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ, അപ്പോൾ ബി ബൈ എ എന്ന് കിട്ടി. അല്ലെങ്കിൽ തേർഡ് നമ്പർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ, സി ബൈ ബി. ബി ബൈ എയും സി ബൈ ബിയും രണ്ടും കോമൺ റേഷ്യോയാണ്, രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ബി സ്ക്വയർ അല്ലെ? ബി സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം? എ സി എന്ന് കിട്ടും. ബി സ്ക്വയർ ഈക്വൽ ടു എ സി. അപ്പൊ നമുക്ക് ഒന്നാമത്തെ മൂന്നാമത്തെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ ഇത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബി സ്ക്വയർ ഈക്വൽ ടു എ സി. നോട്ട് ചെയ്ത് വെച്ചോ അത്. ഇഫ് എ ബി സി ആർ ഇൻ ജി പി, then b by a equal to c by b, therefore b square equal to ac. സാറേ ഉണ്ടോ? ഇത് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനുള്ളതാണോ അത്? ആ 3 ടേം സെക്കൻഡ് ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബി കണ്ടുപിടിക്കാൻ പറ്റും, എയും സിയും അറിയാമെങ്കിൽ. നമുക്കതൊക്കെ ആവശ്യമായിട്ട് വരും പ്രോബ്ലം ചെയ്യാൻ നേരത്ത്. നമുക്കത് നോക്കാം. ഈ ഡിയും എഫ് അറിഞ്ഞെങ്കിൽ ഈ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഡിയും എഫ് അറിഞ്ഞെങ്കിൽ ഈ കണ്ടുപിടിക്കാൻ പറ്റുമോ ഈ സംഭവം? എടാ, ഇത് ഇംഗ്ലീഷ് അക്ഷരം കണ്ടുപിടിക്കാനുള്ള സാധനമല്ല കേട്ടോ. അതല്ല അതല്ല അത് നമ്പറാണത്. എടാ 3 നമ്പർ ജി പിയിലാണെങ്കിൽ, ആ 3 നമ്പറുകൾ ജി പിയിലാണെങ്കിൽ കേട്ടോ, ഈ ആദ്യത്തെ 3 പറ്റുള്ളൂ. എടാ സാധാരണ നമ്മൾ ആദ്യത്തെ 3 കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ 3 എടാ ഏതെങ്കിലും 3 നമ്പർ, ഏത് 3 നമ്പറാണെങ്കിലും കുഴപ്പമില്ല.
ഏത് 3 നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല. ആ 3 നമ്പറിനെ നമ്മൾ ആദ്യത്തെ നമ്പറിന് എ എന്നും രണ്ടാമത്തേന് ബി എന്നും മൂന്നാമത്തേന് സി എന്നും പേര് കൊടുക്കും. അത്രേ ഉള്ളൂ. ഇനി നീ അടുത്ത 3 നമ്പർ ഡി ഇ എഫ് എന്ന് ആലോചിക്കണ്ട. അടുത്ത 3 നമ്പർ ആണെങ്കിൽ അതിന് നമ്മൾ എ ബി സി എന്ന് തന്നെ പേര് കൊടുക്കും കേട്ടോ. അടുത്തടുത്ത് വരുന്ന 3 നമ്പർ, അടുത്തടുത്ത് വരുന്ന 3 നമ്പറിനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എക്സാമ്പിൾസ് എഴുതിക്കേ. എക്സാമ്പിൾസ് ജി പിക്ക് എക്സാമ്പിൾ ഒന്നും നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ആദ്യം നമ്മൾ എഴുതിയായിരുന്നു ജി പിയുടെ എക്സാമ്പിൾ. എനിക്ക് ഇഷ്ടമുള്ള എഴുതിക്കോട്ടോ. എക്സാമ്പിൾ 1 3 2 കോമൺ റേഷ്യോ 2 ആയിട്ട് അങ്ങ് എഴുതാം. അപ്പൊ 3 ആണെങ്കിൽ 3 × 2 6 12 24 48 എക്സെട്ര. 3 2 12 24 കോമൺ റേഷ്യോ എഴുതി വെച്ചേട്ടോ വെറുതെ. കോമൺ റേഷ്യോ ഈക്വൽ ടു 2. എക്സാമ്പിൾ 2 കേട്ടോ. 625 125 25 5 എക്സെട്ര. കോമൺ റേഷ്യോ എന്തായിരിക്കും? രണ്ടാമത്തെ കോമൺ റേഷ്യോ മിറിനെ, രണ്ടാമത്തെ കോമൺ റേഷ്യോ എന്താണ്? 5 ആണോ സർ? 5. അപ്പൊ 625 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 125 കിട്ടുമോ? അല്ലല്ല, ഒരു മിനിറ്റ് സർ, ഞാനൊന്ന് ചെയ്ത് നോക്കിട്ടോ. എങ്ങനെയാ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണേ അത് പറഞ്ഞാൽ മതി. എങ്ങനെയാ കണ്ടുപിടിക്കണേ? 125/625. 125/625. ശരി, 125/625. സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം. അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെടണ്ടായിരുന്നു കേട്ടോ. ആ ചെറിയത് എടുത്താൽ മതിയായിരുന്നു. 5/25 എന്ന് കൊടുത്താലും മതിയായിരുന്നു കേട്ടോ. ഏത് ചെയ്താലും ആൻസർ കിട്ടും. ജി പി ആണെങ്കിൽ എഴുതിയിരിക്കുന്നത് ജി പി ആണെങ്കിൽ ഏത് ചെയ്താലും ആൻസർ കിട്ടും. എത്ര വരും അത്? മിറിന് കിട്ടിയോ? 0.2. കാൽക്കുലേറ്റർ ചെയ്തു അല്ലേ? 1/5 കേട്ടോ. കാൽക്കുലേറ്റർ ചെയ്യണ്ട, റാഷണൽ നമ്പർ ആയിട്ട് കിടന്നാൽ മതി. കേട്ടോ. 1/5 എന്ന് കൊടുത്തോ. 1/5 ആണ്. 1/5 ആണ് ഇവിടുത്തെ കോമൺ റേഷ്യോ. വേറെ ഒരെണ്ണം എഴുതാം. എക്സാമ്പിൾ 3 1 -4 16 -64 എക്സെട്ര. -4 16 എന്താണ് ഇതിന്റെ കോമൺ റേഷ്യോ? എന്താ ഫർഹാനെ? സാർ പറയടാ. കോമൺ റേഷ്യോ -4/1. -4/1 എത്രയാ അത്? -4 അല്ലേ? -4/1 -4. -4 ആണ് കോമൺ റേഷ്യോ കേട്ടോ. -4. ഇനി നമ്മൾ ഇപ്പൊ ശ്രദ്ധിച്ചോട്ടോ മക്കളെ, എഴുതിയില്ലേ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റ് റിസൾട്ട് ഈ 3 ടൈം എടുത്തു. നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. 3 6 12 ലാസ്റ്റ് പറഞ്ഞ റിസൾട്ട് പറയാൻ വേണ്ടി ഈ 3 ടൈം ജി പിയിലാണെങ്കിൽ ഈ ബി സ്ക്വയർ പറഞ്ഞ് നടുക്കലത്തെ സ്ക്വയർ എത്ര വരും? 36. ഫസ്റ്റും തേർഡും മൾട്ടിപ്ലൈ ചെയ്താലോ? 3 × 12 എത്രയാണ്? 36. കണ്ടോ? അതാണ് കേട്ടോ റിസൾട്ട്. 3 ടൈം ജി പിയിലാണെങ്കിൽ നടുക്കലത്തെ സ്ക്വയർ നടുക്കലത്തെ 3 ടൈം 3 6 12 3 6 12 ഈ 3 ടൈം ജി പിയിലാണെങ്കിൽ നടുക്കലത്തെ സ്ക്വയർ 36. ഫസ്റ്റും തേർഡും മൾട്ടിപ്ലൈ ചെയ്താലും 36 വരും. ഇനി
അംജിത്ത് ചോദിച്ച പോലെ ഡിയും ഇയും എഫും ആണെങ്കിൽ എന്നാ നോക്കാം കേട്ടോ. ഡിയും ഇയും എഫ് ആണ്. ഇപ്പൊ ഡിയും ഇയും എഫ് എന്താ ഇവിടെ 24, 48, 96 എന്ന് വരും കേട്ടോ. 96. അപ്പൊ ഇവിടെ നടുക്ക് വന്നിരിക്കുന്നത് 48 ആണ്. 48ന്റെ സ്ക്വയർ ഈക്വൽ ടു ഫസ്റ്റും ലാസ്റ്റും വന്നിരിക്കുന്നത് 24 ഇൻറ്റു 96. 24 ഇൻറ്റു 96 ആയിരിക്കും. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിക്കൊള്ളുക വേണമെങ്കിൽ. അപ്പൊ നടുക്കിരിക്കുന്ന നടുക്കലത്തെ ടേംസ് ജി പിയിലാണെങ്കിൽ നടുക്കലത്തെ ടേമിന്റെ സ്ക്വയർ അപ്പുറം ഇപ്പുറമുള്ള ടേമിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. നടുക്കലത്തെ ടേമിന്റെ സ്ക്വയർ അതിന്റെ റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള ടേംസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ. അടുത്ത ഫോർമുല ഡയറക്റ്റ് തരുവാണ് കേട്ടോ. അടുത്ത് നമുക്ക് വേണ്ടത് n ടേംസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. n ടേംസിന്റെ സം. ഫോർമുലയുടെ ഒന്നും പ്രൂഫ് നമുക്ക് വേണ്ട. അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ. ഈ നമ്മൾ എ പി പഠിച്ചിരുന്നു. നിങ്ങൾ കഴിഞ്ഞ വർഷം എ പി പഠിച്ചു, ഇപ്പൊ ജി പിയും പഠിച്ചു. ഈ എ പിയും ജി പിയും ആകുന്ന സീക്വൻസ് ഉണ്ടോ? രണ്ടും ശരിയാവുന്ന സീക്വൻസ് ഉണ്ടോ? എ പി ആണെങ്കിൽ ഒരു നമ്പർ കൂട്ടി പോകണം. എ പി ആവണമെങ്കിൽ കോമൺ ആയിട്ട് ഒരു നമ്പർ കൂട്ടി പോയിക്കൊണ്ടിരുന്നാൽ എ പി കിട്ടും. ജി പി ആവണമെങ്കിൽ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി പിയും കിട്ടും. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഏതെങ്കിലും ഒരു സീക്വൻസ്, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സീക്വൻസ് എ പിയും ജി പിയും ആകുമോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓ റോസ്മരിയ. സർ ഇപ്പൊ 1 1 1 1 1 അങ്ങനെയുള്ള ഒരു ഇതാണെങ്കിൽ 0 വെച്ച് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ എഴുതാം നമ്മൾ പറഞ്ഞ സീക്വൻസ് 1 1 1 1 എക്സെട്ര അല്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് 0. കോമൺ ഡിഫറൻസ് 0 ആണ്. ശരി, 0 കൂട്ടി പോയേക്കണു. ദെൻ കോമൺ റേഷ്യോയോ 1. കോമൺ റേഷ്യോ 1 കേട്ടോ. കോമൺ ഡിഫറൻസ് 0 ആണ്. കോമൺ റേഷ്യോ 1 ഈ സീക്വൻസ് എ പിയും ആണ് ജി പിയും ആണ് കേട്ടോ. എ പിയും ആണ് ജി പിയും ആണ്. 1 1 1 1 1 കോമൺ റേഷ്യോ 0 ആണ്. സോറി, കോമൺ റേഷ്യോ 1 ആണ്. കോമൺ ഡിഫറൻസ് 0 ആണ്. എന്താ റിസ്വിനെ? 0 0 0ക്ക് കോമൺ ഡിഫറൻസും കോമൺ റേഷ്യോയും ചെയ്യുമ്പോഴായിരിക്കും 0 0 0. നമ്മൾ അതിനകത്ത് ഡെഫിനേഷനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ഡെഫിനേഷനകത്ത് നീ എഴുതിയ ഫസ്റ്റ് ഡെഫിനേഷൻ വായിച്ചേ. നമ്മൾ ഇന്ന് എഴുതിയ ആദ്യത്തെ കാര്യം എഴുതിയതിനകത്ത്, ഇന്ന് എഴുതിയെന്നല്ല, ഈ ജോമെട്രിക് എന്ന് പറഞ്ഞിട്ട് സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പർ. സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സേ പറയുള്ളൂ കേട്ടോ. നമ്മൾ ജി പിക്കകത്ത് പറയുന്നത് സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സ് ആണ്. നോൺ സീറോ നമ്പേഴ്സ് പറയണം. സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സ്. നീ അതുപോലെ മാറ്റി പറഞ്ഞാൽ മതി. ഒരാൾ 1 1 പറഞ്ഞു, അടുത്തേക്ക് മാറ്റി പറയാലോ. അടുത്തേതാ? വേറെ ഏത് പറയാം? വേറെ ഇല്ലേ? വേറെ ഉണ്ടോ? ഏതാ? ഇഷ്ടം പോലെ ഉണ്ടെന്നേ. 2 2 2 2 എടുത്തോ. 3 3 3 3 എടുത്തോ. അതെല്ലാം എന്താണ്? എ പിയും ആണ് ജി പിയും ആണ് കേട്ടോ. നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതിയാൽ മതി. കോൺസ്റ്റന്റ് സീക്വൻസ് പറയും. കോൺസ്റ്റന്റ് സീക്വൻസ് അതായത് എല്ലാ ടൈമും കോൺസ്റ്റന്റ് ആയിരിക്കും. എല്ലാ ടൈമും സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. only constant sequence can both AP and GP. Note ചെയ്തു വെച്ചോ. only constant sequence can be both AP and GP. Only constant sequence can be both AP and GP. Example, 1 1 1 എഴുതി വെച്ചേ. 1 1 1 1. Example 1. Side D equal to 0, R equal to 1. Example 2, 5 5 5 5 etc. D equal to 0 ആണ്, R equal to 1 ആണ്.
അടുത്തത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ജി പി, അങ്ങനെ എഴുതി അണ്ടർലൈൻ ചെയ്തു കേട്ടോ. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ ജി പി. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ ജി പി. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ ജി പി. എ പിയുടെ പറയാമോ? സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ പി. നമുക്കിവിടെ ആവശ്യമില്ല, എന്നാലും ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ പി ഓർക്കുന്നുണ്ടോ? സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an AP. n/2 into x1 plus xn. n/2 into x1 plus xn. x1 plus xn. n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് കേട്ടോ. n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. വേറെ ഫോർമുല ഉണ്ട്, അത് തന്നെയാണ്, വേറെ രീതി പറയാം. എന്താ ഫാത്തിമ? n/2 into 2a plus n minus 1 into d. n/2 into 2a plus n minus 1 into d. n/2 into 2, അതും ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് കേട്ടോ വരുന്നത്. 2a plus n minus 1 into d എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ നമുക്ക് ജി പിയുടെ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എസ് n എന്ന് ഡിനോട്ട് ചെയ്യും, അറിയാലോ. എസ് ഡിനോട്ട് ചെയ്യുന്നത് സമ്മിനെയാണ്, n ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. എസ് n എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ ജി പി. എസ് n ഈക്വൽ ടു a into r raised to n minus 1 divided by r minus 1. a into r raised to n minus 1 by r minus 1. ഇതുപോലെ തന്നെ അടുത്ത ഫോർമുലയും ഉണ്ട് കേട്ടോ. എസ് എൻ ഈക്വൽ ടു a into 1 minus r raised to n by 1 minus r. രണ്ട് കണ്ടാലും ഒരു ആൻസർ കിട്ടുള്ളൂ. r raised to n minus 1 by r minus 1. താഴത്തേതാണെങ്കിൽ 1 minus r raised to n by 1 minus r. രണ്ടും സെയിം അല്ലേ? അത് ആണോ? രണ്ടും സെയിം ആണോ ഫോർമുല? ആണോ അംജിത്തെ? രണ്ട് ഫോർമുലയും സെയിം ആണോ? പെട്ടെന്ന് പറയടാ, നിനക്ക് എന്താ തോന്നണേ? സെയിം അല്ല. എന്താണ് വ്യത്യാസം വന്നത്? ഇപ്പൊ 6 വലുതാണെങ്കിൽ മറ്റേ മൈനസ് ചെയ്യുമ്പോ നെഗറ്റീവ് നമ്പർ വരും. 6 വലുതാണെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ വരും. പിന്നെ താഴത്തെ കാര്യം നീ പറഞ്ഞത്? താഴത്തെ 6 വലുതാണെങ്കിൽ 1 മൈനസ് കാണുമ്പോൾ നെഗറ്റീവ് ആയി പോകും. ശരി. അപ്പൊ താഴെയോ? അംജിത്തെ താഴെയോ? താഴെ 6 വലുതാണെങ്കിൽ താഴെ നെഗറ്റീവ് ആവൂലേ? താഴെ നെഗറ്റീവ് ആവും. അപ്പൊ രണ്ട് നെഗറ്റീവോടെ ആകുമ്പോ പോസിറ്റീവ് ആയിക്കൊള്ളൂലേ? ഒന്നല്ലേ? രണ്ടും ഒന്നാണ് കേട്ടോ. രണ്ടും സെയിം ഫോർമുലയാണ്. ഒരു മൈനസ് മുകളിൽ നിന്നും താഴെ നിന്നും പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും. രണ്ടും ഒന്നാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിന് കണ്ടീഷൻ പറയുന്നത് ഇവിടെ ഡിനോമിനേറ്റർ 0 ആകരുത് കേട്ടോ. ഡിനോമിനേറ്റർ 0 ആകരുത്. r നോട്ട് ഈക്വൽ ടു 1 എന്നാണ് കണ്ടീഷൻ പറയുന്നത്. r 1 ആകരുത്. r നോട്ട് ഈക്വൽ ടു, ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ പിന്നെ നോട്ട് ഡിഫൈൻഡ് അല്ലേ? r നോട്ട് ഈക്വൽ ടു 0 ആണ് കേട്ടോ. പക്ഷേ എന്നാലും ഇവൻ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ ഇത് ഉപയോഗിക്കാറ്, ഈ ഫസ്റ്റ് ഫോർമുല ഉപയോഗിക്കാറ് എപ്പോഴാന്ന് പറയാമോ? ഫസ്റ്റ് ഫോർമുല ഉപയോഗിക്കാറ് കോമൺ റേഷ്യോ കാണുമ്പോൾ ഈ r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫോർമുല ഉപയോഗിക്കും. r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അപ്പൊ മുകളിലും താഴെയും പോസിറ്റീവ് ആയിക്കോളും. ഒരു നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കും.
6 1-നേക്കാൾ ചെറുതാണെങ്കിൽ 6 ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കും. ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ, തിരിച്ചുപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ചെയ്യാനൊരു എളുപ്പമുണ്ടായിരിക്കും. നെഗറ്റീവ് മുകളിലും താഴെയും വരാണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലാവുണ്ടോ മക്കളെ? 6 വലുതാണെങ്കിൽ 6n, 6 ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ 6n എന്ത് വരും? 6 1-നേക്കാൾ കൂടുതലാണെങ്കിൽ 6n ഗ്രേറ്റർ ദാൻ 1 വരും. അപ്പോൾ 6n-1 ഒരു പോസിറ്റീവ് കിട്ടും. താഴത്തെ r-1 എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. രണ്ടും പോസിറ്റീവ് ആയിക്കോളും. 6 ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കും. അപ്പോഴും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് കിട്ടും. ഇനി ഈ ഫോർമുല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും ഒരു കുഴപ്പമില്ല. മുകളിൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ താഴെ നെഗറ്റീവ് വന്നിട്ട് അത് ബാലൻസ് ചെയ്തോളും. അപ്പോൾ a ഇൻറ്റു r-1/r-1, അതുപോലെ തന്നെ a ഇൻറ്റു 1 - r-n/1 - r. ഏതാണെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് എങ്ങനെയാണ്? r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മുകളിലത്തെ ഫോർമുല ഉപയോഗിക്കും. r ലെസ് ദാൻ 1 ആണെങ്കിൽ താഴത്തെ ഫോർമുല ഉപയോഗിക്കും. r ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ രണ്ട് ഫോർമുലയും പറ്റില്ല. r ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിനോമിനേറ്റർ 0 ആയി പോകും, നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അപ്പോൾ r ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ വേറെ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. അതെന്തായിരിക്കും പറയാമോ? r ഈക്വൽ ടു 1 ആണെങ്കിൽ Sn ഈക്വൽ ടു, ഇപ്പൊ നമ്മൾ മുകളിൽ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. r ഈക്വൽ ടു 1 ആണെങ്കിൽ എങ്ങനെയാണ് ആ സീക്വൻസ് വരേണ്ടതെന്ന് ബുക്കിലില്ലേ നോക്കി. തൊട്ട് മുമ്പ് എഴുതിയ കാര്യം നോക്കി. r ഈക്വൽ ടു 1 ആണെങ്കിൽ, കോമൺ റേഷ്യോ 1 ആണെങ്കിൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കില്ലേ? ഇപ്പൊ 5 ആണെങ്കിൽ 5 × 1 5 × 1 5 × 1 5. r 1 ആണെങ്കിൽ ടേംസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ n ടേംസിന്റെ സം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ താഴെ ഒന്നുകൂടെ എഴുതാം, മാറ്റി എഴുതാം. അവിടെ r ഈക്വൽ ടു, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ 5 എടുത്തു, 5 അടുത്ത ടേം 5 ആണ്. r 1 ആണ്, കോമൺ റേഷ്യോ 1 ആണ്. അപ്പൊ അടുത്ത ടേം × 1 5. ഇങ്ങനെ പോയി n ടേംസ് ഉണ്ട്. ഈ n-ാമത് വരുന്നതും n കേട്ടോ, n ഒരു നമ്പറാണ്. 10 20 30 40 എത്രയെങ്കിലും ഇട്ടെ. ഈ nth ടേമും 5 ആണ്. അപ്പൊ ഇത്രയും 5 ഉണ്ട്. ആദ്യത്തെ ടേം 5, കോമൺ റേഷ്യോ 1 ആയിക്ക് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കോമൺ റേഷ്യോ 1 ആണെങ്കിൽ ആദ്യത്തെ ടേം 5 ആണെങ്കിൽ രണ്ടാമത്തെ ടേമും 5, മൂന്നാമത്തെ ടേമും 5, 4 5 5 5. അങ്ങനെ nth ടേം, ആ nth ടേമും 5 ആയിരിക്കും. ഇതെല്ലാം കൂടെ കൂടി കൂട്ടണം അല്ലെ, സം കാണണം. ഈ n ടേംസിന്റെ സം കാണണം. ഇവിടെ n ടേംസ് ഉണ്ട് കേട്ടോ. ഈ n ടേംസിന്റെ സം കാണണം. n ടേംസ് ഉണ്ട്, അതിന്റെ സം എന്തായിരിക്കും? എല്ലാ ടേമും ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഇതുണ്ടല്ലോ, 10 ടേമിന്റെ സം ആണ് ചോദിക്കണമെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ പിള്ളേരെ? 10 ടേമിന്റെ സം ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഈ n എന്ന് പറഞ്ഞ് 10 ആന്ന് വിചാരിച്ചോ. 10 ടേം ഉണ്ട്. 5 5 5 അങ്ങനെ 10 പ്രാവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ സം എത്രയായിരിക്കും? എത്രയാ ലുക്മാനെ അതിന്റെ സം? 5 × 10. 5 × 10. 5 × 10. 20 ടേം ഉണ്ടെങ്കിലോടാ? 5 × 20. 20 ടേം ഉണ്ടെങ്കിൽ 5 × 20. അങ്ങനെയാണെങ്കിൽ n ടേം ആണെങ്കിലോ? 5 × n. n ടേം ആണെങ്കിൽ 5 × n. ഈ 5 എന്ന് പറഞ്ഞ എന്നതാ? ഇവിടുത്തെ ഒരു ടേം അല്ലേ? ആദ്യത്തെ ടേം a ഈക്വൽ ടു 5 ആണ്. എല്ലാ ടേമും 5 ആണ് കേട്ടോ. അപ്പൊ ഈ 5ന് പകരം ഞാൻ a എന്ന് കൊടുക്കുന്നു. n ഇൻറ്റു ഫസ്റ്റ് ടേം, n a ആയിരിക്കും ആൻസർ കേട്ടോ. Sn ഈക്വൽ ടു n a if r ഈക്വൽ ടു 1. എഴുതി വെച്ചോളൂ കേട്ടോ. Sn ഈക്വൽ ടു 3 ഫോർമുല. a ഇൻറ്റു r-n-1/r-1 if r ഗ്രേറ്റർ ദാൻ 1, അല്ലെങ്കിൽ a ഇൻറ്റു 1 - r-n/1 - r if r ലെസ് ദാൻ 1. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് r നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കും തരുന്നത് കേട്ടോ. r നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്താലും ആൻസറിനകത്ത് വ്യത്യാസം വരില്ല. ദെൻ r 1 ആണെങ്കിൽ, കോമൺ റേഷ്യോ 1 ആണെങ്കിൽ എല്ലാ ടേമും സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ടേമിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കോമൺ റേഷ്യോ സെയിം ആണെങ്കിൽ എല്ലാ ടേമും 1 ആണ്. അപ്പോൾ സം കാണാൻ വേണ്ടിയിട്ട്, n ടേംസിന്റെ സം കാണാൻ വേണ്ടിയിട്ട് ഒരു ടേമിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ പറഞ്ഞ കാര്യത്തിനകത്ത്? ഇല്ലെങ്കിൽ നമുക്ക് പയ്യെ എക്സസൈസ് തുടങ്ങാം. പിന്നെ കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ അവിടെ പറയാം കേട്ടോ. എക്സസൈസ് 9.3. എക്സസൈസ് 9.3. First question. Find 20th and nth term of the GP. 5/2, 5/4, 5/8, etc. ആ തന്നിരിക്കുന്ന GPയുടെ 20ാമത്തെയും nth ടേമും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. nth ടേം എന്ന് പറഞ്ഞാൽ ജനറൽ ഫോർമുല. അതുപോലെ തന്നെ 20ാമത്തെ ടേമും കണ്ടുപിടിക്കണം. സാറേ ഏത് എക്സസൈസ്? 9.3. 9.3. GP 5/2, 5/4, 5/8. നമുക്ക് ഈ GP AP എന്താണെങ്കിലും ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും അല്ലെങ്കിൽ കോമൺ ഡിഫറൻസുമാണ് വേണ്ടത് കേട്ടോ. ഇവിടെ GP ആകുമ്പോൾ ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം അറിയാലോ. ഫസ്റ്റ് ടേം ഇവിടെ ഉണ്ട്. A = 5/2. കോമൺ റേഷ്യോ 6 കണ്ടുപിടിക്കാനുള്ള മാർഗം. കോമൺ റേഷ്യോ R = ഇവിടെ എങ്ങനെ 6 കണ്ടുപിടിക്കാം? അഫീസ, എങ്ങനെയാ അഫീസ 6 കണ്ടുപിടിക്കണേ? 5/4 divided by 5/2. 5/4 divided by 5/2. 5/4 divided by 5/2. എങ്ങനെ കാണാം അഫീസ ഇത്? 5/4 into 2/5. 5/4 into 2/5. ശരി, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5ഉം 5ഉം കട്ടായി പൊക്കോളും. 2ഉം 4ഉം കട്ടായി പോകും. എന്നിട്ട് എന്ത് വരും? 1/2 എന്ന് കിട്ടിയോ? A = 5, R = 1/2. ഈ രണ്ട് കാര്യം മതി കേട്ടോ. നമ്മുടെ GPയെ സംബന്ധിച്ച് എന്ത് കണ്ടുപിടിക്കാനും ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും മതി. ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെയാ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? 20th ടേം കണ്ടുപിടിക്കണം. A20 = 20th ടേം കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A20 = എന്താ റിസ്വിനെ ഫോർമുല A20 കാണാനായിട്ട്? വേണമെങ്കിൽ സൈഡിൽ ANന്റെ ഫോർമുല എഴുതിക്കോ. ANന്റെ ഫോർമുല എന്താ റിസ്വിനെ? nth ടേം AR⁻n-1. ഓക്കെ, ആറിന് മാത്രമേ പവർ ഉള്ളൂ കേട്ടോ. ആറിന് മാത്രമേ പവർ ഉള്ളൂ. AR⁻n-1. അപ്പോൾ A20 റിസ്വിനെ ഫോർമുല പറഞ്ഞ റിസ്വിനെ A20 1/2. അത് പിന്നെ കൊടുക്കടാ. നീ ഫോർമുല പറഞ്ഞാൽ നമുക്ക് അടുത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AR⁻, എത്ര വരും? AR⁻19. AR⁻19 കേട്ടോ. A20 = AR⁻19. nth ടേം AR⁻n-1. അപ്പൊ 20th ടേം AR⁻20 - 1 19. നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. A എത്രയാണ്? A 5/2. R എത്രയാണ്? 1/2 × 19. ഇനി നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചേക്കോട്ടോ. പൂർണ്ണമായിട്ട് ഇതിലേക്ക് പോകണമെന്നൊന്നുമില്ല. ⁻19 ഒന്നും അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പറ്റുന്ന രീതിയിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചേക്കുക. ഞാൻ ചെയ്യാം. സാറേ ഞാൻ ഇറങ്ങിയിട്ട് കയറിക്കോട്ടെ. ഇറങ്ങിയിട്ട് കയറിക്കോട്ടെ. ശരി ശരി. (5/2) ഇൻറ്റു ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ മക്കളെ. 1/2 × 19 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ. 1/2 × 19 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്ക് മെറിനെ? അത് 1 raised to 19 by 2 raised to 19 എഴുതാൻ പറ്റില്ലേ?
എഴുതാൻ പറ്റും. 1/19 എത്രയാ? 1. 1. താഴെ 2/19. അത് എത്രയാന്ന് എഴുതാനുള്ള കേട്ടോ. 1/19 1 ആണെന്ന് അറിയാം. 2/19 അതുപോലെ തന്നെ ഇട്ടു. നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 1/19 ഡിവൈഡഡ് ബൈ 2/19. 1/19 1 തന്നെ, 2/19 ഇട്ടു. ദിസ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ കേട്ടോ മക്കളെ. ന്യൂമറേറ്റർ 5 × 1 5 ബൈ 2/1 × 2/19 വരും താഴെ. 2/1 × 2/19 a/m × a/n. a/m × a/n ലുക്മാനെ 2/1 + 19. അപ്പൊ എത്ര വരും? 2/20. 20. 2/20 ഇത്ര മതി കേട്ടോ. 5/2/20. 2/20 ഒരു വലിയ നമ്പറാ. ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഒരു 2/5 2/6 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. വലിയ നമ്പർ ആകുമ്പോൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ കിടന്നാൽ മതി. 2/20. കാൽക്കുലേഷനകത്ത് എന്തെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. 20th ടേം ഇതാണ്. ഇനി nth ടേം ആട്ടാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണത്. nth ടേം an കാണണം. nth ടേം അതിനകത്ത് സെക്കൻഡ് പാർട്ട് an ഫോർമുല എഴുതിയേക്കുക. ar⁻n−1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. a എത്രയായിരുന്നു? 5/2. r എത്രയാണ്? 1/2⁻n−1. ഇതുപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്തേ. ആദ്യത്തേത് 5/2. 1⁻n−1 1. താഴെ 2⁻n−1 ഈക്വൽ ടു എന്താന്ന് എഴുതിക്കൊള്ളുക കേട്ടോ. ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞു തന്നെ. സാറിപ്പ എന്നാ പറഞ്ഞേ? സാറിപ്പ എന്നാ പറഞ്ഞേ? കേട്ടില്ല. കംപ്ലീറ്റ് ചെയ്തുള്ളതാ പറഞ്ഞേ. കംപ്ലീറ്റ് ചെയ്തുള്ളതാ പറഞ്ഞത്. എന്താ അതിന് അതിന്റെ ആൻസർ കിട്ടിയത്? 5/2/n. 5/2/n. ശരിയാണ്. 2/1 2⁻n−1 ആഡ് ചെയ്യണം കേട്ടോ. 2/1 × 2⁻n−1. a/m × a/n എന്ന് പറഞ്ഞാൽ a/m+n ആണ്. 1 + n−1. 1ഉം -1ഉം പോയിട്ട് 2/n എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എപ്പോഴും ഒരു GP എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതുപോലെ കോമൺ റേഷ്യോ 6 കണ്ടുപിടിക്കണം കേട്ടോ. ഫസ്റ്റ് ടേമും 6 വെച്ചുകൊണ്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടേമും വേണം, 6 വേണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണത്? ഫൈൻഡ് ദി 12th ടേം. 12ാമത്തെ ടേം കണ്ടുപിടിക്കണം. 8th ടേം തന്നിട്ടുണ്ട്, കോമൺ റേഷ്യോയും തന്നിട്ടുണ്ട്. 12ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി 12th ടേം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്തപ്പോൾ A12 ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. A12 കണ്ടുപിടിക്കണം. എന്താ തന്നേക്കണത്? 8th ടേം 192. 8th ടേം A8. 8th ടേം 192 ആണെന്ന് തന്നിട്ടുണ്ട്. കോമൺ റേഷ്യോ R = 2 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം ഇനി? എന്ത് വേണം ആൽഫിയ? എന്താ ആൽഫിയ കണ്ടുപിടിക്കേണ്ടത് ആദ്യം? കോമൺ റേഷ്യോ തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിക്കണം ആൽഫിയ സുനീർ? എന്ത് കണ്ടുപിടിക്കണം? an എന്തിനാ കണ്ടുപിടിക്കണേ? an ഇവിടെ ചോദിച്ചിട്ടില്ലല്ലോ. nth ടേം ചോദിച്ചിട്ടില്ലല്ലോ. ഇല്ല, 12th ടേം കണ്ടുപിടിക്കണം. 12th ടേം കണ്ടുപിടിക്കണം. 12th ടേം കണ്ടുപിടിക്കാൻ അതിനു മുമ്പ് വേറൊരു സാധനം നമ്മൾ കണ്ടുപിടിക്കണം. 12th ടേം കണ്ടുപിടിക്കണം. 12th ടേം കണ്ടുപിടിക്കണമെങ്കിൽ വേറൊരു കാര്യം അറിയണം. അതെന്താ? അറിയില്ല സർ.
ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ മോളെ, പല പ്രാവശ്യം പറഞ്ഞല്ലോ, GP-യുടെ പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അറിയാതിരിക്കണം. 2 കാര്യങ്ങൾ അറിയാമെങ്കിലേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാ 2 കാര്യങ്ങള്? അൽഫിയ, ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ അറിയേണ്ടത്? ഒന്ന് കോമൺ റേഷ്യോ. ശരി, അതിവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്? രണ്ടാമത്തെ ഓർക്കാൻ മറന്നു. ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും വേണം. ഫസ്റ്റ് ടേം കോമൺ റേഷ്യോ. ഇവിടെ ഫസ്റ്റ് ടേം അറിയില്ല നമുക്ക്. ആ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നേക്കണത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വേറൊരു കാര്യം തന്നേക്കണത്. 8ാമത്തെ ടേം തന്നിട്ടുണ്ടല്ലോ. 8ാമത്തെ ടേം 192 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. A8 കാണാനുള്ള ഫോർമുല എന്താ? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അത് തന്നേക്കണത്. A8ന്റെ ഫോർമുല ഫിദ, A8 എന്ത് വരും? A/7. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ A8 192 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 192 A8 ഈക്വൽ ടു A into R⁻⁷ 2⁻7. 192 equal to A into 2⁻7. 2⁻7 കാണണം. 192 equal to A into 2⁻7. 2 cube 8. 8 into 8 64. 128 ആണോ മക്കളെ? വ്യത്യാസം ഉണ്ടെ പറഞ്ഞു കേട്ടോ. A equal to 192 by 128 ആണോ? A കണ്ടുപിടിക്കുക. 192 by 128 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക്? 64 തന്നെ പറ്റുന്നല്ലോ. 60 180. 64 കൊണ്ട് രണ്ടിടത്തും കട്ട് ചെയ്ത് കളയാം. 3/2 എന്ന് വരും. A equal to 3/2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 12th ടേം കണ്ടുപിടിക്കാനാണ്. അപ്പൊ എന്ത് കണ്ടുപിടിക്കണമെങ്കിലും ഫസ്റ്റ് ടേമും വേണം, കോമൺ റേഷ്യോയും വേണം. കോമൺ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം അറിയില്ല. ആ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഏത് തന്നേക്കണത്? 8ാമത്തെ ടേം 192 എന്നുള്ള ആൻസർ തന്നേക്കണത്. 8ാമത്തെ ടേം 192. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. ഫൈൻഡ് ദ 12th ടേം ആണ്. A12 ആണ് നമുക്ക് വേണ്ടത്. A12. അൽഫിയ VR A12 പറഞ്ഞു നീ. A12 ഈക്വൽ ടു AR13 വരും. അല്ല, AR⁻11. AR⁻11. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A എത്രയാ? A192 അല്ലേ? അല്ല, 3/2. A equal to 3/2. R എത്രയാ? 2⁻11. R to 2⁻11. Okay. This is equal to ഈ ഒരു 2ഉം 2⁻11 ഒരു 2ഓടെയും വെട്ടിക്കളയാം കേട്ടോ. 2⁻11 എന്ന് പറഞ്ഞാൽ അവിടെ 11 2 ഉണ്ട്. താഴെ ഒരു 2 ഉണ്ട്. അത് വെട്ടിക്കളഞ്ഞ ബാക്കി എന്ത് വരും? 3 into 2⁻11 11 താഴെ ഒരു 2 ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും അഫീസ? 2⁻10. 2⁻10. 3 into 2⁻10. 2⁻5 32. 32 into 32 into 3 എന്ന് വരും. വേണമെങ്കിൽ അത് കണ്ടുപിടിച്ച് വെക്കാം കേട്ടോ. 32 into 32 into 3 എന്ന് വരും. എത്ര വരും? 1024. 1024. 3072. into 3 ചെയ്തില്ലായിരിക്കും. 30. സർ, into 3 ചെയ്യുമ്പോ 3072. 3072. സാറേ, ഈ A8 into 2⁻4 ചെയ്യുമ്പോ തന്നെ A12 കിട്ടൂലേ?
എ റേസ്റ്റ് A8 into 2⁴ ചെയ്യുമ്പോ 8 കിട്ടൂലേ? A8 ഇല്ലില്ല, നിന്റെ സംശയം എനിക്ക് A8 ഇൻറ്റോടാ, A8 ഇൻറ്റു ഇങ്ങനെയാണോ? A8 ഇൻറ്റു 2⁴. A8 into 2 into 2 into 2 into 2. A8 ഇൻറ്റു 2⁴. അങ്ങനെ കോമൺ റേഷ്യോ ഇതായതുകൊണ്ട് അല്ലെ, കോമൺ റേഷ്യോ A8 ഇൻറ്റു 2⁴ ചെയ്യുമ്പോൾ കിട്ടും. സെയിം ആൻസർ അല്ലേ? അഷ്കറെ സെയിം ആൻസർ അല്ലേ ഒന്നേ? ആര് സാറേ? 3078. ഓക്കെ അത് കിട്ടും. ഞാൻ ഈ A8 എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പവർ ആണോ എന്ന് ഓർത്തു, അത് ഞാൻ പെട്ടെന്ന് സംശയിച്ചേ. A8 എന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ നമ്പർ 3 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 3. Find അല്ല. The 5th, 8th and 11th terms of a GP are P, Q and S respectively. Show that Q² equal to PS. നമ്മൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ടേം അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5ഉം 8ഉം 11ഉം അങ്ങനെയാണെങ്കിൽ Q² equal to PS എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം ശരിയാവുമെന്ന്. 5th ടേം ഗിവൺ എന്തൊക്കെയാ നമുക്ക് തന്നേക്കണത്? ഗിവൺ 5th A5, 5th 8th A8 and 11th ടേം അല്ലെ? 5th, 8th and 11th term of a GP are P, Q and R. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ഫില്ല് ചെയ്യണം? A5 equal to എന്താണ് A5? എന്താ അതിൽ ജമാലെ A5? A5 equal to P. 5th term P ആണെന്ന് തന്നിട്ടുണ്ട്. 8th term അതിലെ A8 Q and 11th term S ആണോ? S ശരി. yes P, Q, S വർക്കായില്ല. ഓക്കെ, അപ്പൊ 5ാമത്തെ ടേം P, 8ാമത്തെ ടേം Q, 11ാമത്തെ ടേം S. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ Q² equal to PS എന്നാട്ടോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് അതിലേക്ക് വരാം. ഈ 5ാമത്തെ ടേം ദാറ്റ് ഈസ് 5th ടേം. 5th ടേം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കണേ? ഫോർമുല എന്താ 5th ടേമിന്റെ? എന്താ ആദ്യ 5th ടേമിന്റെ ഫോർമുല? A raised to 5 equal to A raised to 4. A raised to AR raised to n minus 1. 5th ടേം അപ്പൊ എന്താ? AR raised to 5 minus 1. ഉറക്കെ പറ. AR raised to 5 minus 1 ആണോ? അത് എത്രയാ? 5 - 1 എന്നൊക്കെ ഇനി പറയില്ലേ, അത് എത്രയാന്ന് പറ. AR raised to 4. AR raised to 4. A5 എന്ന് പറഞ്ഞാൽ AR raised to 4 ആണ് കേട്ടോ. AR raised to 4 equal to P. A8 A8 എത്രയാണ് ആസിമേ? സാർ AR raised to 7. AR raised to 7 equal to Q. A11 ഓടാ? ഞാൻ തന്നെയാണോ? ഞാൻ തന്നെയാണോ? AR raised to 10 equal to S കേട്ടോ. നമുക്ക് തന്നിട്ടുണ്ട് 5ാമത്തെ ടേം P, 8ാമത്തെ ടേം Q, 11ാമത്തെ ടേം S. അപ്പൊ എഴുതി AR raised to 4 P ആണ്, AR raised to 7 Q ആണ്, AR raised to 10 equal to S ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? Q² equal to PS എന്നാ പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടുപിടിക്കാം ഇവിടെ. Q² കണ്ടുപിടിക്കാം. Q². Q എന്ന് പറഞ്ഞാൽ AR raised to 7 ആണ്. AR raised to 7ന്റെ സ്ക്വയർ എന്ത് വരും? Q². Q² എന്ന് പറഞ്ഞാൽ AR raised to 7ന്റെ സ്ക്വയർ.
അത് എത്ര കിട്ടും അൻസാഫെ? എ സ്ക്വയർ എ സ്ക്വയർ ആർ റേസ് ടു 2x7 വരുമോ? അത് എത്ര വരും പറഞ്ഞോ? 2x7 14 വരുമോ? 14. എ സ്ക്വയർ ആർ റേസ് ടു 14 ഉണ്ടാവും സ്ക്വയർ ചെയ്യുമ്പോൾ. എയുടെ സ്ക്വയർ എ സ്ക്വയർ, എ റേസ് ടു 7ന്റെ സ്ക്വയർ, എ റേസ് ടു എം ഇതാട്ടോ ഐഡന്റിറ്റി. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ എന്നാണ്. അപ്പോൾ എ റേസ് ടു 7 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റേസ് ടു 7 ഇൻറ്റു 2 എന്നാണ്. അങ്ങനെയാട്ടോ 14 ആവണത്. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം ഇൻറ്റു എൻ, എ റേസ് ടു 7 ദ ഹോൾ സ്ക്വയർ, എ റേസ് ടു 7 ഇൻറ്റു 2, എ റേസ് ടു 14. ക്യൂ സ്ക്വയർ കണ്ടുപിടിച്ചു. നമുക്ക് ആറും എസ് പി എസ് കാണുന്നു. പി അറിയാലോ. പി ഈക്വൽ ടു എ ആർ റേസ് ടു 4, എസ് എ ആർ റേസ് ടു 10. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പിയും എസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എന്താ സുഹാന? എ ആർ റേസ് ടു 4 ഇൻറ്റു എ ആർ റേസ് ടു 10. എ സ്ക്വയർ ആ, എ ഇൻറ്റു എ സ്ക്വയർ, ആർ റേസ് ടു 4 ഇൻറ്റു ആർ റേസ് ടു 10, ആർ റേസ് ടു 4 പ്ലസ് 10. ആർ റേസ് ടു 4 പ്ലസ് 10, അതായത് ആർ റേസ് ടു 14. രണ്ടും ഒന്നല്ലേ? പി സ്ക്വയർ ഈക്വൽ ടു ക്യു എസ്. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. പി സ്ക്വയർ ഈക്വൽ ടു ക്യു എസ്. സർ ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് എന്നാ എഴുതിയ മാറിപ്പോയിട്ടുണ്ടോ? സോറി എഴുതിയത് മാറിപ്പോയതാ കേട്ടോ. ഇവിടെ എഴുതി മാറിപ്പോയതാ. കണ്ടുപിടിച്ചൊക്കെ ശരിയായിരുന്നു. ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ്. ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ്. ക്യൂ സ്ക്വയർ ഈക്വൽ ടു എസ്. ഓക്കെ, ലാസ്റ്റ് എടുത്ത് എഴുതിയത് മാറിപ്പോയതുള്ളൂ കേട്ടോ. ചെയ്തേക്കണൊക്കെ ശരിയാണ്. ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ്. സാറേ ആ പി എസ് ഇസ് ഈക്വൽ ടു ഒന്നും കൂടെ പറഞ്ഞല്ലോ. എവിടെയാടാ സംശയം ചോദിച്ചോ? പി എസ് ഈക്വൽ ടു പി ഇൻറ്റു എസ് മൾട്ടിപ്ലൈ ആണോ? ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇല്ല, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ ആവും. ആയതിനെണ്ണം ഒരേപോലത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണത്. എ ഇൻറ്റു എ സ്ക്വയർ. മനസ്സിലായി സാറേ. പിന്നെ ആർ റേസ് ടു 4ഉം ആർ റേസ് ടു 10ഉം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, അതായത് എ റേസ് ടു എം പ്ലസ് എൻ ആവും. 4 പ്ലസ് 10 14 ആവും. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. Fourth term of a GP is the square of its second term. Fourth term is the square of the second term, and first term is -3. Determine its seventh term. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം ഗിവൺ, അതൊക്കെ ആദ്യം എഴുതിയേക്കാം. നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ വായിച്ചിട്ട് ആദ്യം തന്നേക്കണ കാര്യങ്ങളെങ്കിൽ ലിസ്റ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ടേം അതായത് എ ഈക്വൽ ടു -3. ഫസ്റ്റ് ടേം -3 ആണ്. ഞാൻ പറഞ്ഞായിരുന്നു എന്ത് കണ്ടുപിടിക്കണമെങ്കിലും ഫസ്റ്റ് ടേമും വേണം, കോമൺ റേഷ്യോയും വേണം. ഫസ്റ്റ് ടേം മൈനസ്. ഇനി നമുക്ക് എന്താ തന്നേക്കണത്? ഇത് കൂടാതെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഭീമ കരീം. പേരെന്താ പറഞ്ഞേക്കണേ? ഫസ്റ്റ് ടേം -3 എന്നല്ലാതെ ഫോർത്ത് ടേം സെക്കൻഡ് ടേമിന്റെ സ്ക്വയറാ. ഫോർത്ത് ടേം സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഗിവൺ ഫോർത്ത് ടേം A4 അല്ലേ? A4 സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ആണ് A2ന്റെ സ്ക്വയർ. ശരിയാണോ ഭീമ? ഫോർത്ത് ടേം സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ആണ്. ഫോർത്ത് ടേം സെക്കൻഡ് ടേമിന്റെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A4ന് ഒരു എന്ത് കൊടുക്കാം ഭീമ? പെട്ടെന്ന് പറഞ്ഞോ. A4ന് ഒരു എന്ത് കൊടുക്കാം? AR⁻3. AR⁻3. A2ന് പകരോ? AR⁻1. AR⁻1 അല്ലെങ്കിൽ ARന്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ AR³ ഈക്വൽ ടു A² R² എന്നാവും. ശരിയല്ലേ?
ഇതിനകത്ത് ക്യാൻസൽ ചെയ്ത് കളയാൻ ഇപ്പൊ രണ്ടിടന്ന് ഒരു എ കട്ട് ചെയ്തു പോവും, ഒരു ആർ സ്ക്വയറും കട്ട് ചെയ്തു പോവും അല്ലേ? എ അടുത്ത് കട്ട് പോലും, ഇവിടെ നിന്ന് ഒരു എ, ഇവിടത്തെ ഒരു എ പോയിട്ട് ബാക്കി ഇപ്പുറം എ വരും. ആർ സ്ക്വയർ കട്ട് ചെയ്തു പോകും, ആർ സ്ക്വയർ രണ്ടിടത്തും കട്ട് ചെയ്തിട്ട് ഇവിടെ ആർ വരും. ആർ ഈക്വൽ ടു എ എന്ന് കിട്ടും. ആർ ഈക്വൽ ടു എ. ശരിയല്ലേ? ആറും എയും ഈക്വൽ ആണെന്ന്. ആറും എയും ഈക്വൽ ആണെങ്കിൽ ആറും എന്ത് തന്നെ വരും? എ -3 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആറും എന്തായി? ആറും -3 ആണ്. എ -3 ആണ്, ആറും -3 ആണ്. ഇനി വേണ്ട എന്താണ്? 7th ടേം വേണം കേട്ടോ, A7. അത് നിങ്ങൾ കണ്ടുപിടിച്ചോളുക. A7 ആണ് നമുക്ക് വേണ്ടത്. ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളുക. A7 സിമ്പിൾ ആണ്. ഫോർമുല എഴുതി കണ്ടുപിടിച്ച് വെച്ചോളൂ കേട്ടോ എത്രയാന്നുള്ളത്. ഓക്കെ, താങ്ക് യു. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay, welcome. Thank you, sir. Welcome. Thank you, sir. Okay.